കൈകൊട്ടി പാടാനേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു. ഉറപ്പുള്ളവരെ എഴുന്നേറ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. ഉറപ്പുള്ളവരെല്ലാം എഴുന്നേറ്റാട്ടെ. എന്നെ വിളിച്ചു ചോദിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിരുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വായിലെ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ശബ്ദമുയർത്തി പാടുമോ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ
കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച Lift your hands to the heavens. കണ്ണുകളുടെ ചാട്ടെ. Close your eyes. Thank you Lord. Jesus. വായികൾ തുറന്നാൽ സമയം കർത്താവിനെ Open your mouth and praise God for someone. Let everyone, no one be quiet over here. Everyone praise God tonight. Thank you Holy Spirit. Hallelujah. Thank you Holy Spirit. Thank you, Jesus. Thank you Holy Spirit. Yes. Thank you. Thank you Holy Spirit. Thank you. We welcome you Jesus. Hallelujah. We welcome you Jesus. Yeshua is one. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് Lift your hands. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. കരങ്ങൾ ഉയർത്തി. Lift your hands. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും നെടിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും ഇന്നെനിക്കേകിയോന് സ്തുതി. കരങ്ങൾ ഉയർത്തി. Lift your hands. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. കരങ്ങൾ ഉയർത്തി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും ഇന്നെനിക്കേകിയോന് സ്തുതി. വായികൾ തുറന്ന്. യാചിക്കാത്ത Let's sing together. ഇന്നെനിക്ക് കർത്താവിന് നന്ദി പറയുന്നു. വായികൾ തുറന്ന്. Open your mouth and thank the Lord for His goodness. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. വായികൾ തുറന്ന്. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും. ആ കരങ്ങളെ ഉയർത്തി പിടിച്ച് വായികൾ തുറന്ന് ശബ്ദം ഉയർത്തി. Lift your voice. അർഹിക്കാത്ത Thank the Lord for His blessings tonight. എനിക്കേകിടും ദയാനിധേ. ശബ്ദമുയർത്തി. അർഹിക്കാത്ത ജീസസ് മകനും. വായികൾ തുറന്ന്. എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത
Heavenly Father, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. we praise you for this blessed night. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രിയിലെ നടുവിലുള്ളതിനായി സ്തോത്രം. We thank you that your presence is in our ശലോമോന്റെ ആലയത്തിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, the very presence that came down സമാഗമന കൂടാരത്തിൽ in ഇറങ്ങിയ the ദൈവ temple of സാന്നിധ്യം, Solomon and tabernacle. സെമിയോന്റെ മാളികയിൽ ഇറങ്ങിയ ദൈവ The സാന്നിധ്യം, presence of God കാരാഗൃഹത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യം, കർമ്മേലിന്റെ മലമുകളിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, പത്മോസിന്റെ ദ്വീപിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നതിന് ജനത്തിനുമേ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കുന്നതിനാൽ നന്ദി. that is moving over here. അത്ഭുതങ്ങളെ കാണുവാൻ നിന്റെ ജനത്തിന്റെ കണ്ണ് തുറക്കണം. Lord, open your people's eyes and അങ്ങ് they നിങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. thank you that you are here. യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്, We give you all the glory. എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, We give you all praise. എല്ലാ ആരാധനയും അങ്ങേക്ക്. We give you all worship. അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, You alone are worthy അങ്ങ് of praise. മാത്രം ആരാധനയ്ക്ക് You യോഗ്യൻ. alone are worthy of worship. രാത്രിയിലൂടെ ആയിരിക്കുന്ന സകല ജനത്തെയും യേശുവിന്റെ രക്തം വിമോചിപ്പിച്ചിരിക്കുന്നു. യേശുവിന്റെ രക്തം That your blood has delivered them. ഞങ്ങൾ നന്ദി പറയുന്നു. We thank you for that. അത് യേശുവിൻ നാമത്തിൽ In the name of Jesus, we അടുത്തുനിൽക്കുന്നവർക്ക് pray. കരങ്ങൾ കൊടുത്ത് പറയുക, യേശുവിന്റെ രാത്രിയിലെ നടുവിൽ വന്നു. Shake your hands with your neighbor and say, Jesus is here. യേശുവിന്റെ രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. Jesus is here. പ്രാർത്ഥനയോടെ Let's ദൈവസന്നിധിയിലിരിക്കാം. be in the presence of God in prayer. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം Lift your ചെയ്യാം. hands and praise God. ഇന്ന് രാത്രി വളരെ വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Tonight, quickly, let's move to the Word of God. വളരെ വേഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Gospel according to John, chapter 20, verse 1 onwards. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. Gospel of John, chapter 20, verse 1 onwards. ആരെങ്കിലും ഒരാൾ വായിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറവാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവനോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കൽ എത്തി. മതി, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Lift your hands and praise God. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവവചനം നമുക്ക് മാറ്റം തരുന്നു. The Word of God never changes, but the Word of God brings change in our life. ദൈവവചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യർക്ക് കഴിയുകയില്ല, എന്നാൽ ദൈവവചനം നമുക്ക് രൂപാന്തരം തരുന്നു. No man can change the Word of God, but the Word of God always changes man. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് രൂപാന്തരം തരുന്നതുമാണ് ദൈവത്തിന്റെ വചനം. The Word of God never changes, but it transforms our life, and that grace is the word. Great is the Word of God. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. The word Jesus said that you have been purified by the word that you heard. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. The Word of God purifies us. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. Psalms 107 verse 20 says that He sent His word and healed them. ദൈവത്തിന്റെ വചനം നമ്മെ സൗഖ്യമാക്കുന്നു. The Word of God heals us. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. The book of Revelation says everyone who reads this word, who listens to this word and obeys this word is a blessed അപ്പോൾ person. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. So the Word of God purifies us. The ദൈവവചനം നമ്മെ സൗഖ്യമാക്കുന്നു. Word of God heals us. ദൈവവചനം നമ്മെ അനുഗ്രഹിക്കുന്നു. The Word of God blesses us. ആമേൻ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. The Word of God says everyone who hears the Word of God is blessed. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന സകലരെയും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് ദൈവം വിളിക്കുന്നു. If it is so, everyone sitting over here hearing the Word of God, God calls them a blessed person. അടുത്തിരിക്കുന്നവർക്ക് കരങ്ങൾ കൊടുത്ത് പറയാം, നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട Tell വ്യക്തിയാണ്. your neighbor you are a blessed person. ഒന്നിന് പേർക്ക് കരങ്ങൾ കൊടുത്ത് പറയാം, നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. People and tell them you are a blessed person. നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. You are a blessed person. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം Lift your ചെയ്യാം. hands and praise God. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, Beloved people of God, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വെളിച്ചമാണ്, പ്രകാശമാണ്. according to the science, it has been discovered that light travels the fastest. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമോ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനമോ ഇന്നുവരെയും ശാസ്ത്രത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. Science has not been able to find a vehicle or an aircraft that can travel faster than light. ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് സയൻസിന്റെ നിഗമനത്തിൽ വെളിച്ചമാണ്, പ്രകാശമാണ്. According to science, the fastest traveling object in the world is എന്നാൽ ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, പ്രകാശത്തെക്കാളും അതിവേഗത്തിൽ ഓടുന്നതാ ജീവനുള്ള ദൈവത്തിന്റെ വചനം. Tonight, believe in the Word of God travels faster than the light. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. As you sit over here and listen to the Word of God, ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ നിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങളെ സ്വർഗ്ഗം അഴിച്ചു മാറ്റും. as you hear the Word of God over
ആത്മാവിന്റെ കരം ചലിക്കും. As you hear the word of God, the power of God is penetrating into the ദൈവവചനത്തിന്റെ ശക്തിക്കായി കരങ്ങൾ അടിച്ച് വായിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. for his power tonight. കൈയടിക്കുന്നതിൽ നന്നായി അടിച്ച് Come on, clap your hands powerfully and praise God. ജീവനുള്ള ദൈവത്തെ ശക്തിയോടെ Come on, let's worship the living God. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Hallelujah. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Beloved brothers, നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. let us pay close attention. രാത്രി നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. Tonight we are in the presence of God. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ As we listen to the word of God, നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരെ സ്വർഗ്ഗം വിളിക്കുന്നു. there God calls you blessed people. പലയിടത്തും റിജക്ഷൻസുകൾ അനുഭവിച്ചും പലയിടത്തും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചും പലയിടത്തും വേദനകൾ അനുഭവിച്ച് കടന്നു വന്നിരിക്കുന്ന പലരും ഇതിന്റെ നടുവിലുണ്ട്. I know that there are many people who have been rejected from many places. You have been lonely for a while and you're broken in your hearts. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്നെ ന്യായം വിധിക്കുന്ന യേശുവിനെ അല്ല, ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത് നിന്നെ ന്യായവിധിയിൽ അകപ്പെടാതെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ്. Tonight the Jesus whom I minister to you is not going to judge you, but rather save you from judgment. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. Jesus never came to this world to establish a religion. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. Jesus was never a religious leader. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സംഘടന ഉണ്ടാക്കുവാനല്ല. Jesus never came to this world to build an organization. യോഹന്നാൻ പറയുന്നു, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. John says the light of the world that lightens the whole world and gives light to men came to the world. ഇരുട്ടിൽ കിടക്കുന്ന ഏത് വ്യക്തിയെ പ്രകാശിപ്പിക്കുവാൻ സത്യ വെളിച്ചമായ യേശു ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുമുണ്ട്. Tonight the Lord Jesus, who is the true light, is here to give light unto each and every one. വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം The നൽകിയിരിക്കുന്നു. Bible says all those who believed and accepted him, he gave them the right to become his children. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. Apostle Paul says everyone who calls upon the name of the Lord shall be saved. അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ സഭയില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല. ഇന്ന് രാത്രിയിൽ യേശുവേ എന്ന് വിളിക്കുന്നവനെ വിടുവിക്കുവാൻ അവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. It's not limited to any race, any creed, any religion, any language. Anyone who calls upon the name of the Lord shall be saved. യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ അവന്റെ സഭ ഏതെന്ന് ചോദിച്ചല്ല അവനെ സൗഖ്യമാക്കിയത്. Jesus never looked to a person and asked him which church you belong to before he could heal him. യേശു ഒരു വ്യക്തിയെ വിടുവിച്ചപ്പോൾ നീ ഏത് പാരമ്പര്യത്തിൽ നിന്ന് വരുമെന്ന് ചോദിച്ചല്ല വിടുവിച്ചത്. Jesus delivered a person, he never inquired what kind of tradition he കാരണം ബൈബിൾ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. because the Bible says the Lord is nigh unto the brokenhearted and he uplifts the one who are ഇന്ന് contrite. രാത്രി നിന്നെ സ്നേഹിക്കുന്ന യേശു നിന്റെ നടുവിലുണ്ട്. Tonight Jesus who loves you is in this place. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ സ്തോത്രം ചെയ്യാം. Lift your hands and praise him. വളരെ ആഴമേറിയ ഒരു വിഷയം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. Tonight I would like to share with you a very deep. ഇന്ന് രാത്രി ഞാൻ എടുക്കുന്ന വിഷയത്തിന് പരിശുദ്ധാത്മാവിന്റെ തലക്കെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. The title of my message is the resurrected Jesus Christ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. The resurrection Lord. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരത്തിയായ മറിയ യേശുവിന്റെ കല്ലറവാതിൽക്കൽ ചെന്നു. Gospel of John chapter 20 verse 1, we read early on the first day of the week, while it was still dark, Mary Magdalene went to the tomb and saw that the stone had been removed from the entrance. രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വ്യക്തമാക്കുന്നു. There are two things that the Spirit of the Lord reveals to us. ഒന്ന്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. Firstly, it was the first day of the week. രണ്ടാമതൊരു വ്യക്തിയെ പരിശുദ്ധാത്മാവോട് പരിചയപ്പെടുത്തുന്നു, അവളുടെ പേര് മഗ്ദലക്കാരത്തിയായ മറിയ. The Holy Spirit introduces a person. Her name was Mary the Magdalene. എന്താണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ? What is the first day of the week? ദൈവപുത്രനായ യേശു വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് വന്നു. The Lord, the Son of God, became a man and came to this world. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് In വന്നു. the book of Philippians, Paul writes, he being God didn't count it robbery to be equal with God, but humbled himself to become a man and come to അവൻ this തന്നെ world. താഴ്ത്തിയത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. Because he humbled himself, God made him above everyone else. സകല നാമത്തിന് മേലായ നാമം യേശുവിന് നൽകി. He gave him the name above every other name. പരിശുദ്ധാത്മ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും The അടങ്ങും. Holy Spirit tells us that every knee up in the heaven, down on the earth, and underneath the earth will bow before Jesus. യേശുവിനെ മാത്രം സകലരും കർത്താവ് എന്ന് വിളിക്കും. Only Jesus Christ will be known as the Lord. എല്ലാ നാമത്തിനും മേലായ നാമമാ യേശുവിന്റെ നാമം. Because the name of the Lord is above every other name.
name. ഡാളസ് ഒരു നാമമാ. Dallas is a name. ആർത്രൈറ്റിസ് ഒരു നാമമാ. Arthritis is a name. ക്യാൻസർ ഒരു നാമമാ. Cancer is a name. എയ്ഡ്സ് ഒരു നാമമാ. AIDS is a name. നിങ്ങൾക്കൊരു നാമമുണ്ട്. You all have a name. നിങ്ങൾക്കൊരു പേരുണ്ട്. You all have a name. ഈ ലോകത്തിൽ കാണുന്ന എല്ലാത്തിനും ഒരു നാമമുണ്ട്. Everything you see in this world has a name. എല്ലാ രോഗങ്ങൾക്കും ഒരു നാമമുണ്ട്. Every sickness has a name. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്താ? What is so unique about the name of അവന്റെ നാമം പറയുമ്പോൾ മറ്റുള്ള എല്ലാ നാമങ്ങളും മുട്ടുമടക്കും. When you call upon the name of the Lord, every other name has to kneel down before. അവന്റെ ശരീരം തകർക്കപ്പെട്ടു. It is a restitution for the sins of human race. His body was destroyed on the cross of Calvary. അരിമത്ഥയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിൽ നസ്രയനെ അടക്കം ചെയ്തു. And Jesus the Lord is buried in the borrowed grave of Arimatheus Joseph. അരിമത്ഥയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കിയ ദിവസത്തെയാ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And in the Gospel of John chapter 20 verse 1, when we read that he was in the tomb, it was a very borrowed tomb of Joseph of Arimatheus. ആ സന്ദർഭത്തിൽ ഒരു സഹോദരിയെ ദൈവത്തിന്റെ ആത്മാവിടെ വെളിപ്പെടുത്തുന്നു. And the Holy Spirit is revealing a sister over there. അവളുടെ പേരാണ് മഗ്ദലക്കാരി മറിയ. Her name is Mary the Magdalene. ചരിത്രം പഠിക്കുമ്പോൾ, When you read the history, അവളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, what we understand about her, അവൾ പാപത്തിന്റെ പിടിയിൽ കിടന്നവളാ. she was a woman who was drenched in sin. ദുരാത്മാക്കളാൽ പിടിക്കപ്പെട്ടവളാ. She was bound by evil spirits. സ്വർഗ്ഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ മഗ്ദലക്കാരി മറിയയ്ക്ക് ഇടം കിട്ടിയത് ഒറ്റ കാരണം കൊണ്ടാ. യേശുവിനെ അവൾ കണ്ടെത്തിയത് കൊണ്ടാ. Mary Magdalene could find her place in the Word of God that is never changing because she came unto the Lord and called upon അവൾ Him. ജീവിതം തകർന്ന സ്ത്രീയായിരുന്നു. She was an utterly destroyed person. ആരും അംഗീകരിക്കാത്ത She സ്ത്രീയായിരുന്നു. was not accepted by anyone in this world. ജീവിതത്തിൽ തകർച്ചകളില്ലാതെ മറ്റൊന്നും അവൾക്കില്ലായിരുന്നു. Nothing else to tell about her life but destruction. കാരണം അവളെ നടത്തിക്കൊണ്ടിരുന്നത് ദുരാത്മ ശക്തികളാണ്. Because it's where the demonic spirits used to lead her. എന്നാൽ എങ്ങനെയാണ് അവളുടെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടായത്? How did a transformation come in her life? അവൾ ഒരിക്കൽ യേശുവിനെ കണ്ടെത്തി. Once she saw Jesus. ഇന്ന് രാത്രി എത്ര പേർ വിളിച്ചു പറയും, എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് കിട്ടിയ ഡോളറല്ല, എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് കിട്ടിയ ജോലിയല്ല, എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഞാൻ അമേരിക്കയിൽ വന്നതല്ല, എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് യേശു എന്നിൽ വന്നതാ. How many of you sitting over here can boldly say the turning point is in my life is not when I got a job, when I came to America, or when I got a dollar, but when I met Jesus, that's when my life turned around. തകർന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് യേശു അവളിൽ വന്നതാ. This woman whose life was destroyed, she got a turnaround in her life when Jesus came into her life. ഇന്ന് രാത്രിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആഗ്രഹിക്കുന്നവരുടെ നടുവിലുണ്ടോ? Tonight, do you desire a turning point? ഇന്ന് രാത്രി ഒരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്നവരുടെ നടുവിലുണ്ടോ? Tonight, do you desire a change in direction? ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ടോ? Do you desire a blessed life? പരാജയത്തിൽ നിന്നും ഒരു ജയ ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ടോ? If you desire a victorious life from a life of defeat, രക്ഷപ്പെടുവാൻ 1000 വാതിലുകളില്ല, രക്ഷപ്പെടുവാൻ ഒരു വാതിലേ ഉള്ളൂ. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. tonight let me tell you, there is no other door to be saved but the door that is Jesus Christ. And He says, everyone who comes to me shall be saved. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടാൻ ഒരു വാതിലേ ഉള്ളൂ. And there is only one way to be അത് saved. യേശുവാകുന്ന വാതിലാ. That is the door called Jesus. പത്രോസ് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. Peter says there is no salvation in any നാം other. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. No other be a name be given in heaven under the earth to be saved. ഇന്ന് രാത്രി വിടുവിക്കപ്പെടാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാ. And there is only one name that can give you deliverance, the name of Jesus Christ. യേശു പറയുന്നു, ഞാൻ തന്നെയാ വഴി, ഞാൻ തന്നെയാ സത്യം, ഞാൻ മുഖാന്തരം, അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. Jesus Christ makes the bold exclamation, I am the only way, I am the only truth, and I am the only life. No one comes to the Father but through me. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Tonight you're a child of God. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, Desire a work of God. ഒരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്നെങ്കിൽ, Desire a change in direction. ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, Desire a deliverance. പണത്തിന് തരുവാൻ കഴിയാത്തത്, Money cannot give that to you. നിന്റെ പദവികൾക്ക് തരുവാൻ കഴിയാത്തത്, Position cannot give that to you. പാരമ്പര്യത്തിന് തരാൻ കഴിയാത്തത്, Tradition cannot give that to കുടുംബത്തിന് you. തരാൻ കഴിയാത്തത്, Family cannot give that ഓ to you. ഒരു ബൈബിൾ കോളേജിന് തരാൻ കഴിയാത്തത്, Bible college cannot promise you. ഒരു ഡോക്ടറേറ്റിനും തരാൻ കഴിയാത്തത്, No doctorate can promise you. ഇന്ന് രാത്രി നിനക്ക് തരുവാൻ യേശുവിന് കഴിയും. Let me tell you, only Jesus can give it to you.
$1000 കൊടുത്താൽ നല്ല ഭക്ഷണം വീട്ടിൽ വരുത്താം. I mean, if you spend $1,000, you can probably get a good food at your house. പക്ഷേ അത് കഴിക്കാനുള്ള കൃപ ദൈവം തരണം. But the Lord has to give you the grace to eat it. പലരും ഫ്രിഡ്ജിനകത്തും ഫ്രീസറിനകത്തും ഒക്കെ ഇഷ്ടംപോലെ ആഹാരമുണ്ട്. Many people have a lot of food sitting in their freezers. വീട്ടിൽ ഇഷ്ടംപോലെ ഫുഡുണ്ട്. You have a lot of food at your house. പക്ഷെ ഒരു ഗുണവും ഇല്ല. But no benefit. മോശ കനാൻ ദേശം ദൂരെ എത്തി നോക്കാനല്ലാതെ തൊടാനൊക്കത്തില്ല. ശരീരം മൊത്തം രോഗം. Just like Moses could only see the promised land from the mountain, you're not able to enjoy your food because ആഹാരം ഉള്ളതല്ല അനുഗ്രഹം, അത് സന്തോഷത്തോടെ കഴിക്കാൻ കഴിയുന്നത് അനുഗ്രഹം. having food is not the blessing, but being able to eat and enjoy it is the true blessing. നിങ്ങളുടെ മക്കളെ വേണമെങ്കിൽ $5 ലക്ഷം കൊടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വിട്ട് പഠിപ്പിക്കാം. You can probably send your children spending $500,000 to any university. പക്ഷേ $500,000 അല്ല നിന്റെ കുഞ്ഞിന് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കുന്നത്. യുദ്ധത്തിന് കുതിരയെ ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശമിരിക്കുന്നു. But it is not your $500,000 that will give the wisdom and understanding for your child to learn. It is the Lord God Almighty who trains your children. $2,000 കൊടുത്താൽ നല്ലൊരു മെത്ത മേടിക്കാം. You can buy probably a great mattress spending $2,000. പക്ഷെ നല്ലൊരു ഉറക്കം തരുന്നത് ദൈവമാണ്. It is the Lord God who gives you a good sleep. വിവാഹം വേണമെങ്കിൽ വിമാനത്തിൽ വെച്ച് നടത്താം. You can have your wedding even in the airplane. പക്ഷെ നല്ലൊരു കുടുംബജീവിതം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. It is the heavenly God that gives you a great family. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. That is why the psalmist said, unless the Lord buildeth the house, the builder buildeth in vain. Unless the Lord watches over the city, the watchman waketh up in vain. യേശു പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും സാധ്യമല്ല. The Lord Jesus said, you cannot do anything apart from me. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും പറയുന്നു, Tonight all of you can say, യേശുവിനെ പിരിഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പരാജയമായിരുന്നു. whatever I have done in my life apart from Jesus, everything has turned into defeat. ദൈവത്തെ കൂടാതെ എന്തൊക്കെ ഞാൻ പോയിട്ടുണ്ടോ, ദൈവത്തിന്റെ ഹിതമില്ലാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തകർച്ചയായിരുന്നു. Wherever I have gone without God, whatever I've done outside of the will of God, it has led me to destruction. എന്നാൽ ഒരു കാര്യം പൗലോസ് പറയുന്നു, But one thing Paul said, I can do all things. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നെ ശക്തനാക്കുന്നവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ. Paul says, I can do all things because of Christ who strengthens me. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, യേശു മാത്രം മതി. Tell your neighbor, shake their hands and say, Jesus is enough. യേശു മാത്രം മതി. Jesus alone is എന്റെ enough. പണത്തെക്കാൾ അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. More than my money, I love Jesus. എന്റെ പദവിയേക്കാൾ അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. My position in the world, I love എന്റെ Jesus. സന്തോഷം ഡോളറിലല്ല. My joy is not in the dollar. എന്റെ സന്തോഷം ഞാൻ വന്ന കാറിലല്ല. My joy is not in the car I The drove. joy of the Lord is my strength. എന്റെ സന്തോഷം യഹോവയിലാ. My joy is in the Lord. എന്റെ സന്തോഷം ദൈവത്തിലാ. My joy is in God ഈ Almighty. യേശുവിൽ സന്തോഷിക്കുന്നവരുടെ നടുവിലുണ്ടെങ്കിൽ Tonight there are people who rejoice in the അവർ Lord. പറയും, പണമില്ലെങ്കിലും ഞങ്ങൾ സന്തോഷിക്കും. Heaven say, even if I don't have money, we will rejoice. ഗോശാലയിൽ കന്നുകാലികളില്ലെങ്കിലും അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമില്ലെങ്കിലും ഞങ്ങൾ യഹോവയിൽ ആനന്ദിക്കും. We don't have cattle in our stable, even though we don't have wine in our wine stand. കരങ്ങളെ ഉയർത്തി, കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. And praise God. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Dear children of God, ജീവിതം തകർന്ന സ്ത്രീ, that lady whose life was destroyed, ദുരാത്മാക്കളാൽ പിടിക്കപ്പെട്ടവർ, who was bound by demons, എല്ലാവരാലും she ഉപേക്ഷിക്കപ്പെട്ടവർ, was rejected by everyone. ഒരിക്കൽ അവൾ യേശുവിനെ കണ്ടു. Once she saw Jesus, യേശു അവളെ തൊട്ടു. Jesus touched her. അവിടെ ദുരാത്മാക്കൾ അവളെ വിട്ടുമാറി. Our demons fled from our life. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും യേശു അവളെ പുറത്തെടുത്തു. The chains of sin were broken from her life. ഇതുവരെ അവളെ അംഗീകരിക്കാത്തവർ അംഗീകരിക്കാൻ തുടങ്ങി. Everyone who had once rejected her started accepting her. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവജനമേ, Beloved people of God, ജീവിതത്തിന്റെ വഴിത്തിരിവ് your turning point, യേശു ക്രിസ്തുവിലൂടെയാണ്. it is only through Jesus Christ. ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്മ പറയുന്നു, Tonight the Spirit of the Lord is looking to നിങ്ങൾ someone. എത്ര പേര് യേശുവിൽ വിശ്വസിക്കുന്നു? How many of you believe in Jesus? അവർ കരങ്ങൾ ഉയർത്തി If പിടിച്ചാട്ടെ. you do so, lift your hands. ഇന്ന് രാത്രി എത്ര പേര് യേശുവിൽ How many വിശ്വസിക്കുന്നു? of you believe in the Lord Jesus അവർ കരങ്ങൾ Christ? ഉയർത്തിയാട്ടെ. So lift your തന്റെ hands. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. ഓ, കരമടിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. His son Jesus to be put to shame. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു കുഞ്ഞു പോലും ലജ്ജിച്ചു പോകത്തില്ല. Never allow any single person to be put to shame. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറയാ, ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ലെന്ന് പറ. Lift your hands to the Lord and say,
കൈയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Some people have a hard time shaking hands. അടുത്തിരിക്കുന്ന ആളുടെ കരം ഒന്ന് പിടിച്ചേ. Catch the hands of your neighbor. ചിലർ കൈ പിടിച്ച ഉടനെ കൈ വിട്ടു. Some people, as soon as they grab their hands, they leave it. ഷോക്ക് അടിച്ചോണ്ട് വിട്ടു. Just like they had an electric shock. അടുത്തിരിക്കുന്ന കൈ പിടിച്ച മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചേ. And grab their hands, look at their face and smile. ചിലര് ചിരിക്കാൻ കിടന്ന് കഷ്ടപ്പെടുക ഇവിടെ. People are struggling to smile. ചിരിക്കാനുള്ള വികാരം ദൈവം മനുഷ്യർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. It is emotion given to man alone by God to laugh. കാലിഫോർണിയയിലും ഡാളസിലും ഒക്കെ ഒത്തിരി നല്ല പാല് തരുന്ന പശുവുണ്ട്. ലിറ്റർ കണക്കിന് പാല് തരുമെന്ന പലരും പറയുന്നത്. പക്ഷെ ഇന്ന് വരെ അത് ചിരിച്ചിട്ടില്ല. Many people tell me that there are great cattle in California and Dallas in Texas that gives great milk, but I've never seen a cow or cattle smile. കോട്ടയത്തുള്ള ഒരു സുഹൃത്ത് 8 ലക്ഷം രൂപ കൊടുത്ത് സൈബീരിയ എന്നൊരു ഡോഗിനെ ഇമ്പോർട്ട് ചെയ്തു. One of my friends in Kottayam imported a dog from Siberia which cost 800,000 rupees. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് സഹോദര? And I asked him, brother, how is your dog? നന്നായിട്ടുണ്ട് ബ്രദർ. He said, it's a great dog. ഞാൻ ചോദിച്ചത് ചിരിക്കുവോ? I had emotion. ആ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവര് മാത്രം കൈ കൊടുത്ത് ചിരിച്ചേ. മനുഷ്യന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവർ Who have got the blessing to smile, smile at each other. ചിലര് കൈ പിടിച്ച് കുലുക്കുന്നുണ്ട്. എന്തേലും ഉണ്ട് പൊക്കോട്ടെന്ന് അവർ പറയുന്നത്. Praise the Lord. ചിലർ പറയുക, ദൈവസന്നിധിയാ പാസ്റ്ററെ, ഇങ്ങനൊന്നും പറയരുത്, ദൈവസന്നിധി ചിരിക്കാൻ പാടില്ല. Some critics sit there and say, Pastor, you're not supposed to smile and laugh too much in the presence of God. എന്റെ വേദപുസ്തകം, എന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ എഴുതിയിരിക്കുന്നു, എന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം പറയുന്നു, അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയാത്തവനെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഓ, കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞാൻ തമിഴ്നാട്ടിൽ ശുശ്രൂഷയ്ക്കായി ചെന്നപ്പോ, when I go to minister in Tamil Nadu, ഒരു ഫിലഡൽഫിയ എന്ന് പറയുന്ന ഒരു സഭയുടെ ജനറൽ കൺവെൻഷൻ ആയിരുന്നു. and it was a general convention for a church named Philadelphia. അപ്പോ 2 ദിവസത്തെ രാത്രി മീറ്റിംഗും പകൽ സംയുക്ത ആരാധന. അവർക്ക് 66 സഭകളുണ്ട്. സംയുക്ത ആരാധനയോടുകൂടെ മീറ്റിംഗ് കഴിയും. And they had 2 nights of gospel meetings, and in the daytimes they had a combined meeting for 66 churches that were part of the fellowship. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു 65 വയസ്സ് കാണും ഒരു അങ്കിള് നല്ല മെസ്സേജ് പറയുന്ന സമയത്ത് പുള്ളി ചാടി എഴുന്നേറ്റ് കൈ അടിച്ച് ദൈവത്തെ സ്തുതിക്കും. And as I would preach with the power of God, I saw an uncle who was probably 65 years old. Whenever he would hear the word of God, he would jump and smile and clap his hands and praise God. ആ പുള്ളിയായിരുന്നു എന്റെ എൻകറേജ്മെന്റ്. He was the person who would cheer me up. Praise the Lord. Hallelujah. അങ്ങനെ പലയിടത്തും ഉണ്ട്. And I've seen that happen in many places. ചിലരുടെ മുഖത്തെ ചിരിയും, When I see some people ആ smile, സന്തോഷവും, the joy in their face, എന്തോ പ്രാപിക്കാനിരിക്കുന്ന ആവേശവും, and I can know they're here to receive something. ഇത് കാണുമ്പോൾ അറിയാതെ മെസ്സേജ് പടപട ഇറങ്ങി വരും. And when I see that, the power of God comes down to bless them. ചിലരുടെ മുഖം കാണുമ്പോൾ വന്നതുകൂടെ അങ്ങ് പോകും. But when I look at some other people's faces, all the blessing goes away. Hallelujah. 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 പക്ഷേ ക്രിസ്തോയാക്കിലോമായി എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു ദൈവദാസന്റെ സഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. The Spirit of the Lord enabled me to minister in a servant of God whose name is Chris Oyakhiloma. അദ്ദേഹത്തിന്റെ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ And as I was ministering in his church, ഒരു 6 അടി 7 ഇഞ്ചോളം നീളമുള്ള ഭയങ്കര ഹൈറ്റുള്ള 2 ആഫ്രിക്കൻസ് മെസ്സേജിന്റെ ഇടയിൽ ചാടിയൊക്കെ എഴുന്നേറ്റു. there were 2 African brothers who were probably 6 foot and 7 inches high, എന്റെ ഒരേ and ടീമിലുണ്ട്. they jumped up in the middle of the meeting. ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവർ രണ്ടും കൂടെ ഓടി സ്റ്റേജിൽ വന്നു. And as I was preaching, they started running towards the pulpit. ഞാൻ വിചാരിച്ചു എനിക്ക് അടി ഉറപ്പായി. And I thought that they're going to beat me up. അവരോടി സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, They ran to the stage and said, You are right. they said, you are right. Your message is excellent. I mean, your message is excellent. എന്നിട്ട് പോയി തിരിച്ചിരുന്നു. And they went and sat back. മലയാളി അങ്ങനെ എഴുന്നേറ്റ് വന്നെങ്കിൽ അപ്പോഴേ പൊക്കോണം. If it was a Malayali coming that way, you need to be careful. Praise the Lord. Hallelujah. 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 സ്വതന്ത്രം. Praise God. ഈ മനുഷ്യൻ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കുക. Now this 65-year-old man was dancing and worshiping God. ഞായറാഴ്ച രാവിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ And Sunday morning as the meeting was over, ഇദ്ദേഹം എന്റെ അരികിൽ വന്നു. this brother came up to me എന്നെ പരിചയപ്പെട്ടു. and he introduced me. ഞാൻ ചോദിച്ചു, ഉന്നോട് പേരെന്നാ? And I asked him, what's your name? എന്നോട് പേര് സെൽവരാജ്. He said, my name is Selvaraj.
நான் உங்கள் இந்த கூட்டத்துக்கு முன்னாடி இருந்தது தான் இந்த கூட்டத்துக்கு பெரிய ஆசீர்வாதம். Amen. I told him that the only reason that you were part of this meeting was a great blessing. அவன் என்னோட പറഞ്ഞു பாஸ்டர் എനിക്ക് നല്ല ജപിக்க വേണം. And he told that pastor you need to pray for me really good. ഞാൻ അവനോട് ചോദിച്ചു എதுக்காக நான் உனக்கு ജപിக்க വേണം? I asked him why should I pray for you? பாஸ்டர் എനിക്ക് 65 ലക്ഷം രൂപ കടപ്രശ്നം ഇருக்கு. He said I have a debt of $650,000. என்னோட பொண்டாட்டி குழந்தை எல்லாமே என்னோட வீட்டில் இருந்து விட்டு போயாச்சு. He said my wife and my children have abandoned me. என்னோட வசதியில இப்ப யாருமே இல்ல. No one is there with me in my house. யாருமே இல்ல. No one is there with me. எல்லாம் பேங்க் ஜப்தி பண்ணியாச்சு. Everything has been taken over by the bank. ഞാൻ ആ മനുഷ്യനെ ഒരു മലയാളി നോട്ടം നോക്കി. But I looked into that man like a Malayali. 65 ലക്ഷം രൂപ കടമുള്ള, അതിനാൽ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയ, വീടും പറമ്പും ജപ്തിയായവൻ ആ യോഗത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് കൈയടിച്ച് സ്വന്തം ചെയ്തു. I was wondering, this man has a debt of 6.5 million rupees and he is that person who is dancing and rejoicing in the presence of God. நான் அவனை சொல்லிட்டு செல்வராஜ் உங்களுக்கு இவ்வளவு பிரச்சனை இருந்து இந்த கூட்டத்துக்கு முன்னாடி இவனை நடனமாடி கர்த்தரை ஸ்தோத்திரிச்சு எப்படி முடியும் செல்வராஜ்? See, brother Selvaraj, you have lots of problems in your life, but how are you able to dance and rejoice in the presence of அவன் God? என்னோட പറഞ്ഞ மறுபடியும் என்ன അറിയോ? What did he tell me? பாஸ்டர் கர்த்தருடைய பிள்ளைகள் உயர்வானாலும் தாழ்வானாலும் அவர் சந்தோஷமாயிருங்க. He told Pastor, for the children of God, whether it is success or whether it is failure, they always rejoice. ஏதாவது ஆண்டவராய் இயேசு அவன் உயிரோடு இருக்கிற தேவன். The Lord Jesus Christ is alive. ஹalleluya. கரங்களடிச்சு தெய்வத்திற்கு ஸ்தோத்திரம். Praise God. ராத்திரியில் இயேசுவில் சந்தோஷிக்க. Tonight rejoice in Jesus. இந்த ராத்திரியில் அவனில் ஆனந்திக்க. Tonight rejoice in Him. അവനാ എന്റെ വഴി തിരിവ്. He is my turning point. എന്റെ ടേണിംഗ് പോയിന്റ് എന്റെ ജോലി കിട്ടിയതല്ല. It's not my job that brought it to ചിലർ me. പറയുന്നു എനിക്ക് സാലറി കൂടി അതാ എന്റെ ടേണിംഗ് പോയിന്റ്. Some people tell me that I got a raise in my job and that's my turning point. നോ നോ നോ. No, no, no. അതല്ല. That is not your turning എന്നിൽ point. വന്ന യേശുവാ എന്റെ വഴി തിരിവ്. It is Jesus who brought a turning point in my life. അവൻ എന്റെ അകത്തുണ്ടെങ്കിൽ പൗലോസിനെ പോലെ ഞാൻ പറയും താഴ്ചയിൽ ഇരിക്കാനും ഉയർച്ചയിൽ ഇരിക്കാനും അവൻ എന്നെ ശീലിപ്പിച്ചിട്ടുണ്ട്. He is in me, like Paul the apostle said. He has taught me to be grateful in my lonely situation and in my high. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Lift your hands and praise God നിങ്ങളുടെ tonight. മുഖത്ത് നല്ലൊരു ചിരി വരട്ടെ. Come on, smile. നല്ലൊരു സന്തോഷം വരട്ടെ. Let there be great joy. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് കൈകൊടുത്ത് പറഞ്ഞേ. Come on, your person sitting next to you is a blessing. Tell them that. ഹല്ലേലൂയ. Hallelujah. മഗ്ദലക്കാരത്തിയായ മറിയ യേശുവിനെ കാണാൻ പോയതിന്റെ രണ്ടാമത്തെ കാരണം The second reason Mary Magdalene went to Jesus, യേശുവിനോടുള്ള സ്നേഹം, it was the love she had towards Jesus. വിടുവിച്ചവനോടുള്ള സ്നേഹം, The love for the one who had delivered her. തകർന്നു പോകേണ്ട സ്ഥാനത്ത് രക്ഷിച്ചവനോടുള്ള സ്നേഹം, The love that she had for the one who had delivered her from destruction. ഇനി വളരെയധികം ഗൗരവമായി ശ്രദ്ധിക്കുക. Now pay close attention to that. നിയമം അവൾക്ക് പ്രതികൂലമാണ്. The law was against her. പ്രകൃതി അവൾക്ക് പ്രതികൂലമാണ്. Nature was against her. സാഹചര്യം അവൾക്ക് പ്രതികൂലമാണ്. Situations and circumstances were against her. എന്താണ് നിയമത്തിന്റെ പ്രതികൂലം? Now what was the opposition ആ from the law? സമയത്ത് യേശുവിനെ ഏറ്റു പറഞ്ഞാൽ ശിക്ഷ അനുഭവിക്കും. In those days when Jesus was in this earth, if you confess him, you will be in big trouble. എന്താണ് പ്രകൃതിയുടെ പ്രതികൂലം? Now what was the opposition from the നല്ല nature? ഇരുട്ടുള്ളപ്പോഴാണ് അവൾ പുറപ്പെട്ടത്. She went to the tomb when it was still dark. അവിടെ മുമ്പിൽ വെളിച്ചമില്ല. There was no light around her. സാഹചര്യം പ്രതികൂലം, Her situation was against her. പ്രകൃതി പ്രതികൂലം, The nature was against her. നിയമം പ്രതികൂലം, The law was against her. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ Everything was against her. അവൾ യേശുവിനെ കാണാൻ പുറപ്പെട്ടു. But even at that time she went looking for Jesus. പത്രോസും യാക്കോബും യോഹന്നാനും ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിച്ചപ്പോൾ അവർക്ക് വേണ്ടാത്ത യേശുവിനെ അവൾ കാണുവാൻ പുറപ്പെട്ടു. When the disciples of Jesus, Peter, James and John, they ran for their life and hid, she who loved Jesus went looking for him. കാരണം പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടവരാണ്. Peter, John and James, all of them had seen the miracles that Jesus performed. മഗ്ദലക്കാരത്തി മറിയയ്ക്കുള്ള പ്രത്യേകത അവൾ അത്ഭുതം കണ്ടവളല്ല, അവൾ യേശുവിന്റെ അത്ഭുതം കേട്ടോണ്ടിരുന്നവളല്ല, അവൾ യേശുവിന്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിച്ചവളാണ്. But something that was special about Mary the Magdalene was that she didn't see the miracle, she didn't hear about the miracle, but she had experienced the miracle from Jesus Christ. കണ്ടവരും കേട്ടവരും ഒക്കെ മാറിയിരുന്നാലും, കണ്ടവരും കാണാൻ വന്നവരും കേൾക്കാൻ വന്നവരും അടങ്ങിയിരുന്നാലും അവനെ അനുഭവിച്ച ചിലർ ഇതിന്റെ നടുവിലുണ്ട്. അവർ മാത്രം അവനെ
is the miracle of God. കൈ കൊടുത്ത് You പറയുക, cannot sit ദൈവ quiet. സ്നേഹം, the love of God. Amen. Tell your neighbor. Shake their love of hands and say, God. the love of God. ദൈവ സ്നേഹം. Amen. The love of ഒരു God. സ്തോത്രം പറഞ്ഞോളെങ്കിലും ദൈവ സ്നേഹത്തിൽ പറയണം. Amen. If you say just one praise, say it in the love of the ഒരു Lord. പ്രാവശ്യം കൈകൊട്ടികളാലും വിടുവിച്ച കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയായിരിക്കണം. Clap only for once, clap it for the glory of the one who delivered you. ഒരു പ്രാവശ്യമേ ഹല്ലേലൂയ പറഞ്ഞോളെങ്കിലും സിംഹാസനത്തിൽ ഇരിക്കുന്ന എന്നെ വിടുവിച്ച ദൈവപുത്രന്റെ മഹത്വത്തിനായിരിക്കണം. Even if you say this one, hallelujah, say it with all your love you have for the Lord Jesus Christ, who is enthroned. മലയാളികൾ ചേർന്ന് പറ, ദൈവ സ്നേഹം. Every Malayali say the love of God. Praise the Lord. Amen. Hallelujah. എന്താ ദൈവ സ്നേഹം? What is the love of God? ബൈബിൾ പറയുന്നു, Bible says, യേശു ദൈവമായിരിക്കെ, when Jesus was God, ഞാനും നിങ്ങൾ പാപികളായിരിക്കെ, when we were sinners, എന്റെ പാപങ്ങളെ ഓർക്കാതെ, without considering my sin, എന്റെ കുറവുകളെ ഓർക്കാതെ without considering my iniquity, യേശു എന്നെ സ്നേഹിച്ചു. Jesus loved me beyond that. യേശു എന്നെ സ്നേഹിച്ചു. Jesus loved me beyond that. ബൈബിൾ പറയുന്നു, Bible says, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, Amen. Bible says, even when we were still Romans sinners, chapter 5 verse 8, yes, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ that പ്രദർശിപ്പിക്കുന്നു. God demonstrates His own love for us, and this is why we were still sinners. The God demonstrates His own love. Amen. God demonstrates His own love for us. യേശു തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. Jesus demonstrated His love. Glory to God. Hallelujah. Somebody is here. Amen. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? യേശു തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. Jesus demonstrated His love. അടുത്തിരിക്കുന്നവരോട് പറ, സ്നേഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, പ്രദർശിപ്പിക്കാനുള്ളതാ. Neighbor, love is not supposed to be inside, it's supposed to be demonstrated. ചില ഭർത്താക്കന്മാർ പറയാറുണ്ട്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ 2 അടി കൊടുത്താലും, ഞാൻ ചീത്ത പറഞ്ഞാലും എന്റെ ഹൃദയത്തിൽ അവളോട് വലിയ സ്നേഹമാണ്. ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല, ഹൃദയം. Some men say that even though I beat up my wife, even though I abuse and scold my wife, there is love in my heart for her, but there is nothing like that in their heart. സ്നേഹം ഒളിച്ചു വെക്കാനുള്ളതല്ല, സ്നേഹം പ്രദർശിപ്പിക്കാനുള്ളതാണ്. Love is not supposed to be hidden inside, it's supposed to be demonstrated. യേശു തന്റെ സ്നേഹത്തെ അവൻ തുറന്നു കാട്ടി. We see in the word of God that Jesus demonstrated His love before the world. പല മലയാളികൾക്കും പറ്റാത്തൊരു വിഷയമായത്. This is something that Malayalis cannot do. നിങ്ങൾ സ്വന്തം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കും. Praise others who preach. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Amen. ചിലർക്ക് ഇതൊന്നും പറയാനൊക്കത്തില്ല. Some people have a hard time saying that. ഫണ്ട് റൈസിംഗ്, Amen. They say fundraising. പൈസ പോവും. And they say that if you tell that they raise funds. ഞാൻ സുവിശേഷം അറിയിക്കാൻ വന്നവനാണ്. Preach the gospel. Hallelujah. യേശു തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. Jesus Christ demonstrated His love. എത്ര മലയാളികൾക്ക് സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ How കഴിയുന്നുണ്ട്? many Malayalis are able to demonstrate their love? ഹൃദയത്തിൽ ആ പാസ്റ്ററെ എന്റെ സ്നേഹം. They say, Pastor, we have a lot of love in our heart. സത്യത്തിൽ അങ്ങനെ ഒരു സാധനമേ അകത്തില്ല. Let me tell you, there is nothing like that in you. Amen. Amen. സ്തോത്രം. Hallelujah. ഞാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. And as I travel in many European countries, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ ന്യൂസിലൻഡിൽ ഓക്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. we were traveling in Auckland, New Zealand. ഞങ്ങൾ Last month. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. And we went to visit a patient in a hospital to pray for him. അപ്പൊ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ യൂറോപ്പിലുള്ള നിങ്ങൾക്കറിയാം, ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക, എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. And I know that it's the same over here. Every European hospital has a gift shop. Give me that flower. Give me. എന്റെ ഭാര്യ എനിക്കൊരു പൂ തരുമ്പോ ഒന്ന് കൈ അടിച്ചോ കാണോ. Amen. Praise God. Praise the Lord. Hallelujah. Hallelujah. യൂറോപ്യൻ കൺട്രികളിലൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. When you go to European countries, every hospital has a gift shop. അവര് യൂറോപ്യൻസും അമേരിക്കൻസും പേഷ്യന്റിനെ കാണാൻ പോകുമ്പോൾ ഒരു ബഞ്ച് ഫ്ലവർ മേടിച്ചുകൊണ്ടാ പോകുന്നത്. When the Europeans and Americans go to visit a patient in the hospital, they buy a bouquet of flowers. എന്നിട്ട് പേഷ്യന്റിനെ കണ്ടിട്ട് പറയും, ഇത് കൈ കൊടുത്തിട്ട് വിഷ് ചെയ്തിട്ട് പറയും, വേഗത്തിൽ സൗഖ്യമായിട്ട് എഴുന്നേറ്റ് വരും. And they hand these flowers over to the patient and say, get well soon. Love you so much. And they say, love you so much. Jesus heals you. Amen. Jesus. We bless you. Amen. Jesus. ഒരു loves ബഞ്ച് you. ഫ്ലവറും കൊടുക്കും. And they give the flower. പെട്ടെന്ന് നമുക്ക് സൗഖ്യത്തോടെ കാണാൻ പറയും. And they say, see you soon. മലയാളികൾ എപ്പോഴാ പൂവും കൊണ്ട് പോകുന്നതെന്ന് അറിയാം. But when do Malayalis go? സമയമാം
ജീവിച്ചിരിക്കുമ്പോ ഒരു പൂ കൊടുക്കാൻ പറ. Tell your neighbor, give a flower when you are still alive. ചിലർക്ക് എന്റെ മെസ്സേജ് ഇഷ്ടപ്പെടുന്നില്ല, കാരണം അവരോട് തന്നെ ദൂത്. Some people are not liking the message because they know I'm talking to them. Hallelujah. Hallelujah. സ്തോത്രം. Praise God. എന്നിട്ട് ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്നൊരു അനുശോചനവും. Now in the funeral, before the dead body, they give ഈ their മനുഷ്യൻ condolences. എത്ര നല്ലവനാണെന്ന് അറിയാമോ? You know how great this man was? എത്ര മനുഷ്യനാണെന്ന് അറിയാമോ? ഇത് You know how man he was? എന്തോ ഒരു സ്നേഹമുള്ള ആളാണെന്ന് അറിയാമോ? How much love he had? സത്യത്തിൽ ഈ പൂ പുള്ളി ജീവിച്ചിരുന്നപ്പോ കൊണ്ട് കൊടുത്ത് ഈ വർത്താനം പറഞ്ഞായിരുന്നു പുള്ളി ഇത്ര പെട്ടെന്ന് മരിക്കലായിരുന്നു. Let me tell you, if this man telling all these condolences, if he had given this flower to this man who is dead now, who would never die. കൈ കൊടുത്ത് പറ, സ്നേഹം പ്രദർശിപ്പിക്കാൻ പറ. Tell your neighbor, shake your hand and say, love is supposed to be demonstrated. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുടെ സ്നേഹം പ്രദർശിപ്പിക്കുക. Husbands, demonstrate your love to your wives. നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുക. Demonstrate your love towards your wife. നിങ്ങളുടെ കുഞ്ഞുങ്ങളുള്ള സ്നേഹം പ്രദർശിപ്പിക്കുക. Demonstrate your love towards your children. ഞാൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. There is a truth I always First one is God. ആദ്യമേ ദൈവം. Second one is your family life. രണ്ടാമത് നിങ്ങളുടെ കുടുംബജീവിതം. Third one is your ministry. മൂന്നാമത് നിങ്ങളുടെ ശുശ്രൂഷ. ചിലർ അങ്ങനല്ല പറയുന്നത്. Some people don't believe it. ഒന്നാമത് ദൈവം, They say first God, രണ്ടാമത് ശുശ്രൂഷ, second is the ministry, മൂന്നാമത് കുടുംബം. thirdly is my family. എന്നാൽ അങ്ങനെയല്ല പഠിക്കേണ്ടത്. But that is not how the Bible teaches. First one is your God. ആദ്യമേ നിങ്ങൾക്ക് ദൈവമുണ്ട്. Second one is your family life. രണ്ടാമത് നിങ്ങളുടെ കുടുംബജീവിതം. ഭാര്യയെ സ്നേഹിക്കാത്തവൻ, കുടുംബത്തെ നന്നായി ഭരിക്കാത്തവൻ എങ്ങനെ ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കും? A husband who does not love his wife, who does not take care of his family, how can he preach the word of God? ഹലോ, നിങ്ങൾ സ്വന്തം പറഞ്ഞില്ലേലും ഞാൻ പ്രസംഗിക്കും. Even if you don't praise God, I will still preach. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കുന്നുവോ? Are you spending time with your children? നിങ്ങളുടെ ഭർത്താവിനോട് കൂടെ സമയം ചെലവഴിക്കുന്നുവോ? Are you spending enough time with your husband? നിങ്ങളുടെ ഭാര്യയോട് കൂടെ സമയം ചെലവഴിക്കുന്നുവോ? Are you spending enough time with your wife? പണമുണ്ടാക്കാൻ ഓടുന്ന തിരക്കുള്ള ഓട്ടത്തിന്റെ ഇടയിൽ നിന്റെ കുടുംബത്തെ നിനക്ക് നഷ്ടപ്പെടരുത്. In the pursuit of money, in your greed, are you forgetting your family? ഹല്ലേലൂയ. Hallelujah. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു വലിയ സത്യം ഞാൻ ഓർക്കുന്നു. I remember a great truth spoken by Dr. Billy Graham. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ Once as the president of America was talking to him over the phone, തന്റെ കുഞ്ഞ് തന്റെ അരികിൽ വന്ന് തന്റെ കോട്ടിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഡാഡി, എന്റെ ടോയുടെ കുതിരയുടെ കാലിളകിപ്പോയി. his son, as he was on the phone with the president, came over him to him and said, Daddy, the horse's toy horse's leg is broken. പ്രസിഡന്റിനോട് പ്ലീസ് ഹോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ബില്ലി ഗ്രഹാം 5 സെക്കൻഡ് കൊണ്ട് ആ കുതിരയുടെ ക്ലിപ്പ് കയറ്റിയിട്ട് കൊടുത്തു. Now while he was still talking to the president, he told the president to hold on. He fixed his son's toy and then resumed his conversation. ഇത് പ്രസംഗിച്ച കേട്ട ആമീൻ ആ ദേവദാസൻ പറഞ്ഞൊരു ഫാക്ട് ഉണ്ട്. The servant of God told something. ആമീൻ പ്രസിഡന്റ് 5 കൊല്ലത്തേക്ക് കാണൂ, എന്റെ മോൻ എന്റെ കൂടെ ലൈഫ് എന്റെ The കാണേണ്ടതാ. president is going to be there only for 5 years, but my son will be with me forever. മക്കളെ സ്നേഹിക്കാൻ പഠിക്കുക. Learn to love your children. ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കുക. Learn to love your wife. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. Learn to love your children. ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കുക. Learn to love your husband. സ്നേഹം പ്രദർശിപ്പിക്കുക. Demonstrate your love. ഞാൻ നിങ്ങളോട് പറയട്ടെ, മാനം കൊടുത്താലേ മാനം കിട്ടത്തുള്ളൂ. Honor, you will receive honor. ഞാൻ ഒരാളെ ഓണർ ചെയ്താൽ മാത്രമേ അദ്ദേഹം എന്നെ ഓണർ ചെയ്യത്തുള്ളൂ. Only when I honor a person will he honor me. Yes. Hallelujah. ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുമ്പോൾ ആരോടൊക്കെ കർത്താവ് ഇടപെടുക. ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സ്തോത്രം രഹസ്യമായി കറക്റ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പരസ്യമായി അപ്രീഷിയേറ്റ് ചെയ്യണം. When you correct a person, correct him privately, and when you appreciate him publicly. നല്ലൊരു മീൻകറി ഭാര്യ വെച്ചാൽ അന്ന് വിരുന്നുകാരല്ലേ ഇരിപ്പുണ്ടെങ്കിൽ മീൻകറിക്ക് ഉപ്പില്ലെങ്കിൽ പരസ്യമായിട്ട് പറയും, ഇന്ന് നിന്റെ മീൻകറി കൊണ്ടുവരായിരുന്നു. And some people have this nature when their wife, when she cooks a curry and their guests over, അതെല്ലാവരും കേൾക്കാൻ പറയുന്നത്. if there is some problem, they would call it out saying that today's food is not that great. എന്നാൽ മീൻകറി കൊള്ളായിരുന്നെങ്കിൽ എല്ലാരും പോയി കഴിയുമ്പോൾ അടുക്കള ചെന്ന് പറയും, മീൻകറി കൊള്ളായിരുന്നു കേട്ടോ. But if your wife cooked a great food and all the guests came and enjoyed it, you would never say it publicly. ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പരസ്യമായി അപ്രീഷിയേറ്റ് ചെയ്യുക. When you appreciate someone, do it publicly. കറക്റ്റ് ചെയ്യുമ്പോൾ രഹസ്യമായി കറക്റ്റ് ചെയ്യുക. When you correct them privately. ഹലോ, Hallelujah. എത്ര പേര് ഹല്ലേലൂയ പറയാനുണ്ട്? Praise God. പിന്നെ പ്രസംഗിക്കാം, ആദ്യം ജീവിക്കാൻ പഠിക്കും. First live your life and then preach God.
സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. എന്നെ കേൾക്കുന്നവരെ, Beloved people of ഞാൻ ഈ God, വിഷയത്തിൽ അധിക സമയം നിൽക്കുന്നില്ല. let me move forward. ഒറ്റ കാര്യം, ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം. Let me remind you one more point. 5 രീതിയിൽ സ്നേഹം വെളിപ്പെടുത്താം. There are 5 ways in which you can demonstrate your love. സംസാരത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. Through your speech, you can express your love. സ്പർശനത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. Through your touch, you can express your love. സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്നേഹം By വെളിപ്പെടുത്താം. gifts, you can express your love. സേവനം ചെയ്യുന്നതിലൂടെ സ്നേഹം By വെളിപ്പെടുത്താം. service, you can express your love. ഒരാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിലൂടെ സ്നേഹം By വെളിപ്പെടുത്താം. spending your time for someone, you can express your love. ഒരു സ്ത്രീക്ക്, പുരുഷന്മാർ കേട്ടോണം, ഒരു സ്ത്രീക്ക് ഒരു ദിവസം 14,000 വാക്ക് പറയാനുണ്ട്. Now, men, pay attention. A woman speaks 14,000 words a given day. ഒരു പുരുഷന് ഒരു ദിവസം 7,000 വാക്ക്. But a man only speaks 7,000 words. നമ്മൾ 7,000 വാക്ക് ഓഫീസിലും അടിച്ചു തീർത്ത്, മീറ്റിംഗിലും അടിച്ചു തീർത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ 14,000 കൊണ്ടിരിക്കുക. Now, all the men who have exhausted all their 7,000 words at their workplace with their friends, they come home, seeing their wife wait to speak out the 14,000 words. കൈ കൊടുത്ത് പറ, സമയം ചെലവഴിക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. Tell your neighbor, express your love by spending your time with them. അച്ഛാ, ഇതൊക്കെയാ പറയണ്ടേ. That is what you should say. Praise the Lord. Hallelujah. ഷോപ്പിങ്ങിന് പോകുന്ന കണ്ടിട്ടുണ്ട് എത്ര പേർ? Have you seen people go shopping? പുരുഷന്മാരുടെ പ്രത്യേകത ഞാൻ പറയാം. And I'll tell you how men behave. അവരെ ട്രോളി എടുക്കും. They take the shopping cart, ഭാര്യ പുറകെ ഓടും. the wife will run after them, പുരുഷൻ ഓടിപ്പോ ടക്ക ടക്ക എല്ലാം വാരി the ഇടും. husband keeps running in, keeps grabbing everything and putting in the cart. 10 മിനിറ്റ് കൊണ്ട് ട്രോളി ഫുൾ. Within 10 minutes, the car is full of stuff. അപ്പോഴത്തേന് സഹോദരി എല്ലാം കണ്ടുവരുന്നതേ ഉള്ളു എടുക്കാൻ. The wife is still looking around. അപ്പൊ പറയും, സമയം പോയി വാ. The husband complains, time is gone, come on. Am I right? Am I right? Hallelujah. Thank you, Holy Spirit. Praise God. അടുത്തിരിക്കുന്നത് ഭാര്യയാണ്, കൈ കൊടുത്തൊന്ന് ചിരിച്ചേ. If it's your neighbor, if it's your wife sitting next to you, smile at her. Hallelujah. Hallelujah. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Beloved people of God, സമയം ചെലവഴിക്കുന്നതിലൂടെ, spend your time with you. സ്പർശനത്തിലൂടെ Through touch. ഇതൊക്കെ പഠിക്കുക. Learn it. യേശുവിനോടുള്ള സ്നേഹമാവൾ ആ സാഹചര്യവും നിയമവും പ്രകൃതിയും ഒക്കെ പ്രതികൂലമായപ്പോഴും ഓടിയത്. And without considering her circumstances, the nature, the law, and everything that stood against her, സ്പർശനത്തിലൂടെ she went to demonstrate the love of സ്പർശനത്തിലൂടെ Jesus. സ്നേഹം വെളിപ്പെടുത്താം. You can demonstrate your love through touch. മലയാളികൾ കൈ കൊടുക്കുന്ന കണ്ടോ? Have you seen Malayali shaking ആദ്യം hands? ഇംഗ്ലീഷുകാർ കൈ കൊടുക്കുന്ന കാണിക്കാം. First, I will show you how the Englishmen shake hands. Hi brother, how are you? Hello, brother, how are you? Shake hand. That's how they shake their hands. മലയാളി കൊടുക്കുന്ന കണ്ടോ? Now, Malayali, ആ ബ്രദറെ, that's it. ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ ഹഗ് ചെയ്യുന്ന കാണിക്കാം. Now, let me show you how British and English people hug. മലയാളി കൊടുക്കുന്ന കാണിക്കാം. Now, how does Malayali do? ബ്രദറെ, ആ സഹോദരൻ, That's how the Malayalis do it. കൈ കൊടുത്ത് പറ, ആദ്യം സ്നേഹിക്കാൻ പഠിക്കും, Tell your neighbor, first learn to love. പിന്നെ പാടാം, And after that, you can sing. പിന്നെ കൈ കൊട്ടാം. After that, you can clap. Hallelujah. വാക്കുകളിലൂടെ സ്നേഹം You വെളിപ്പെടുത്താം. can express your love by words. നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ പാസ്റ്റർ നല്ല മെസ്സേജ് പറഞ്ഞപ്പോ, പാസ്റ്റർ ഇന്നത്തെ മെസ്സേജ് ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? How many of you believers have ever told your pastor after a message, Pastor, today's message was great? വേറെ ആരെങ്കിലും വന്നാൽ, But if a guest speaker ഓ comes, ജിനു ജോർജ് സൂപ്പറായിരുന്നു, they will go and say, Tinu George was awesome. ഡാമിയൻ പവർഫുൾ ആയിരുന്നു, Pastor Damien was ഓ awesome. റാം ബാബുവിന്റെ മെസ്സേജ് കേൾക്കേണ്ടിയായിരുന്നു. Rambabu, his message, you should have heard it. ഇന്ന് വരെ നിങ്ങളുടെ പാസ്റ്ററോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, പാസ്റ്ററെ, പാസ്റ്ററിന്റെ മെസ്സേജും ശുശ്രൂഷയും എനിക്കൊരു അനുഗ്രഹമാണ്? This day, have you ever told your pastor, Pastor, today's message was a great blessing? ജിനു ജോർജും എം.എ. വർഗീസും റാംബാബുവും 4 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകും. നിന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നടത്തേണ്ടത് നിന്റെ ദൈവദാസനാണ്. Rambabu, all the preachers will go back after 4 days of convention, but it is your pastor who sheds tears in the presence of God and prays for you.
നമുക്ക് സമയം തരുമ്പോൾ ഒരു ഫാമിലി സെമിനാറിൽ ഞാൻ ഇതൊക്കെ പറയാം. Now, if the Lord allows me another opportunity, I will come back for a family seminar and teach you more. എനിക്ക് ഏറ്റവും ഇഷ്ടം കുടുംബങ്ങളോട് സംസാരിക്കാനും ദൈവദാസ് ലീഡേഴ്സിനോട് The സംസാരിക്കാനുമാണ്. most I like doing in my ministry is teaching families, taking family seminars and talking servants of God. സഭ 3 വർഷം കൊണ്ട് 5000-ആയി വളർന്നത് ബഹളം കാട്ടിക്കൊണ്ടല്ല, വചനം ഇരുത്തി പഠിപ്പിച്ചോണ്ടാണ്. Our church did not grow 5,000 members in 3 years because we had a lot of commotion and show going on, but because we taught the word of God properly. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Lift your hands and praise God. പത്രോസിനും യാക്കോബിനും യോഹന്നാനും അറിയാത്ത ദൈവപ്രവൃത്തി മറ്റൊരു കാര്യത്തിൽ മറിയ അനുഭവിച്ചു. Mary Magdalene was able to experience a great work of God that neither Peter nor John nor James could ever സ്നേഹത്തോടെ experience. പറയട്ടെ, നിങ്ങൾ സ്നേഹത്തെ പ്രദർശിപ്പിക്കണം. Let me tell you with love, be ദൈവദാസന്മാരെ the മാനിക്കാൻ demonstrators of പഠിക്കണം. love. Know to honor the servants of God. മറ്റുള്ളവരെ ഓണർ ചെയ്യാൻ പഠിക്കണം. Learn to honor other people. ഈ രാജ്യത്തിൽ ഒരു പക്ഷേ വളരുന്ന പലരോടും ഞാൻ പറയട്ടെ, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ Let പഠിക്കണം. me tell all the younger generation growing up in this nation, learn to honor and obey your parents. മാനം, ഈ വാക്ക് മറക്കരുത്. And don't forget this word, honor. സ്നേഹം എന്ന താലത്തിനകത്ത് മാനം വിളമ്പണം. And you should pour out this honor in the vessel called love. മാനം അങ്ങോട്ട് കൊടുത്താലേ മാനം ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. Only when you give honor shall you receive it back. Hallelujah. Amen. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Let us praise God. മഗ്ദലക്കാരത്തി മറിയ യേശുവിന്റെ കല്ലറവാതിൽക്കൽ വന്നു. Mary the Magdalene came to the tomb of Jesus. ഇരുട്ട് പ്രതികൂലമായിരുന്നു. There was darkness. നിയമം The പ്രതികൂലമായിരുന്നു. law was against her. സാഹചര്യം പ്രതികൂലമായിരുന്നു. Situations were against her. എല്ലാം പ്രതികൂലമായിരുന്നപ്പോഴും, When everything was against her, എല്ലാം when പ്രതികൂലമായിരുന്നപ്പോഴും everything was in an അവൾ adverse യേശുവിനെ കാണാൻ പുറപ്പെട്ടു. she came running to see Jesus. സാഹചര്യം എല്ലാം അനുകൂലമായിട്ടല്ല ആരാധിക്കാൻ വരണ്ടേ. You should not come to worship God when everyone and everything will turn in favor of you. ചിലർ പറയുന്നു എല്ലാം ഒന്ന് റെഡി ആകട്ടെ ബ്രദറെ, എന്നിട്ട് ഞാൻ ചർച്ചയിൽ വരാം. Some people tell me, brother, I will come to the church when everything gets ready and stable in my life. എന്നാൽ ഇന്ന് രാത്രി സകലതും പ്രതികൂലമായിരിക്കുമ്പോഴും ആ പ്രതികൂലത്തിന്റെ നടുവിലും ആരാധിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. Let me tell you, even if everything is going against you, if you're ready to worship God, He will turn it in favor of you. സകലതും അവൾക്ക് പ്രതികൂലമായിരുന്നപ്പോഴും അവൾ പുറപ്പെട്ടു. Even when everything was against her, she went forward searching for Jesus. ചിലർ പറയുന്നു എന്റെ സാഹചര്യമൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യാം. Some people tell me that when everything gets well for me, I will go and preach the gospel. കോട്ടയത്ത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ 2007 ഒരു സഹോദരനെ പരിചയപ്പെട്ടു. As I was preaching in a meeting in Korea, I met with a brother in the year 2007. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട്. And as I was talking to him, he told me that I have a desire to serve the Lord. ഞാൻ പറഞ്ഞു, ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. And I told him, brother, I'll pray for you. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഒരു 8 ലക്ഷം രൂപ കടമുണ്ട്, അതൊന്ന് മാറിയിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യാം. Now the next reply that he gave me was, pastor, I have 800,000 rupees of debt. Once it's gone, I will start preaching അങ്ങനെ gospel. ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. And we departed from there. 2010 അതേ സ്ഥലത്ത് ഞാൻ വീണ്ടും കൺവെൻഷൻ ചെന്നപ്പോൾ Again, I went back to the same place, same city to ഈ preach the ബ്രദർ gospel. ഫ്രണ്ടിൽ ഇരുന്ന് ആരാധിക്കുന്നത് ഞാൻ കണ്ടു. I saw worshiping this same brother. ഞാൻ ചോദിച്ചു, ബ്രദർ ഇപ്പൊ സുവിശേഷ വേലയിലാണോ? And I asked, brother, are you in the ministry? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല പാസ്റ്റർ, 8 ഇപ്പൊ 16 ആയിരുന്നു. He told me, pastor, I couldn't get into the ministry because my 800,000 debt has become now 1600,000. കടഭാരം മാറിയിട്ട് ദൈവത്തെ ആരാധിക്കാമെന്ന തീരുമാനമെടുക്കാതെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങ്, നിന്റെ കടഭാരത്തെ അവൻ മാറ്റും. Don't wait for your debts to be resolved for worshiping God, but start worshiping God and He will take care of your debts. എന്റെ രോഗം സൗഖ്യമായിട്ട് ഞാൻ ചർച്ചിൽ വരാന്ന് പറയാതെ നീ ചർച്ചിൽ വാ, യേശു നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. Don't say that I will come to the church after God has healed me. Start coming to church and God will heal you. ദൈവമായിട്ടുള്ള ബന്ധം കോൺട്രാക്ട് അല്ല, ദൈവമായിട്ടുള്ള ബന്ധം ഒരു കവനന്റ് ആണ്. The relationship you have with God is not a contractual relationship. It എന്താണ്? is a covenant relationship. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാം, നീ ഇത് ചെയ്യണം. A contract says, if I do this, you do this. എന്നാൽ കവനന്റ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? Covenant says, ഉടമ്പടി. it says it's a bond, it's a relationship. ഉടമ്പടി. It's a covenant. ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് അവൻ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ തന്നെ സേവിക്കും. It will be like those 3 men in the pit of fire who said, even if he does not deliver us from this fire, we will
Bethlehem. സകലതും പ്രതികൂലമായിരുന്നപ്പോഴും അവൾ യേശുവിനെ കാണാൻ പുറപ്പെട്ടു. Even when everything was against her, she went looking for Jesus. അവൾ കല്ലറവാതിൽക്കലെത്തി. She came to the tomb. അവിടെ മുഴുവൻ അവൾ നോക്കി. And she looked around. യേശുവിനെ കണ്ടില്ല. She couldn't find Jesus. കല്ലറയ്ക്കകത്ത് കുനിഞ്ഞു നോക്കി. She stooped into the tomb. ശീലകൾ കിടക്കുന്നതല്ലാതെ യേശുവിനെ കണ്ടില്ല. And she only found the loins. അവിടെ മുഴുവൻ തിരഞ്ഞു. She looked around. ദൂരെ ഒരു തോട്ടം അവൾ കണ്ടു. But she saw a garden afar. ഒരു തോട്ടം. A garden. അതിന്റെ നടുവിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി. She saw someone standing. അവൾ വിളിച്ചു, തോട്ടക്കാരനെ. She called out, "Oh, gardener, ഇവിടെ അടക്കിയിരുന്ന യേശു എവിടെ? where is Jesus who was buried over here? നീ അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എനിക്ക് തിരികെ താ." If you have taken his body away, give it back to me. അത് ഉയർത്തെഴുന്നേറ്റ യേശുവാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. She never knew that it was the resurrected Lord Jesus Christ who was standing there. യേശു നടന്ന് അവിടെ അരികിൽ വന്നു. Now Jesus came walking to her. മുഖം അവൾക്ക് മനസ്സിലായില്ല. She couldn't realize his face. ശരീരം മനസ്സിലായില്ല. She couldn't realize his body. കാരണം അത് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവായിരുന്നു. She could recognize it because it was the resurrected Jesus Christ. യേശു വിളിച്ചു, മറിയ. Now Jesus said, "Mary, മറിയ. Mary." ഉടനെ അവൾ, റബ്ബൂനി. Suddenly she said, "Rabbi, എന്റെ ഗുരു." oh my master." മുഖം മനസ്സിലായില്ല. She couldn't recognize his face. ശരീരം മനസ്സിലായില്ല. Couldn't recognize his body. പക്ഷേ അവന്റെ ശബ്ദം അവൾക്ക് മനസ്സിലായി. She knew that it was his voice. അതാണ് യേശു പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നു. That is why Jesus said, "My sheep hear my voice and they recognize me." എല്ലാവർക്കും ഈ ശബ്ദം മനസ്സിലാകത്തില്ല. Not everyone can recognize this voice. വിമർശിക്കാൻ വരുന്നവന് ഇത് മനസ്സിലാകത്തില്ല. A critic can never understand the voice of കുറ്റം God. പറയാൻ വരുന്നവന് മനസ്സിലാകത്തില്ല. A person who always accuses പക്ഷേ ഈ ശബ്ദം അവന്റെ ആടുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. but his voice will അവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. praise God. Hallelujah. Listen to me. Sadisha. യേശു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞപ്പോൾ When she found out that Jesus had resurrected. ബൈബിൾ പറയുന്നു, അവൾ അതിവേഗത്തിൽ ശിഷ്യന്മാരുടെ അരികിലേക്ക് ഓടി. Now Bible says that as soon as she found out that Jesus was risen, she ran to the disciples. ഹല്ലേലൂയ. Hallelujah. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Lift your hands and praise God. അവൾ അതിവേഗത്തിൽ ഓടി. She ran to the disciples. യേശു കല്ലറയ്ക്കകത്ത് അടക്കിയിരിക്കുന്നു എന്ന് അറിഞ്ഞു വന്നവളെ നോക്കുക. Look at the lady who came looking for a buried Jesus. ഇരുട്ട് പ്രതികൂലം, The darkness is against her. സാഹചര്യം പ്രതികൂലം, Circumstances against നിയമം her. പ്രതികൂലം. The law is against her. വളരെ പ്രയാസപ്പെട്ടാ വന്നേ. She came with much pain. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ട് പോകുന്ന മക്കളെ കാര്യത്തിൽ അറിയാൻ നോക്കുക. But now look to the Mary Magdalene who has seen the risen Lord Jesus. നിലത്തും മേളിലും നിൽക്കാതെ തുള്ളി ചാടിക്കൊണ്ടാ ഓടുന്നേ. Now she is so joyful. She is running to tell this great news to the disciples. ചിലർ ചോദിക്കുന്നു, എന്തിനായി തുള്ളുന്നേ? Some people ask you, why are you jumping so much? എന്തിനായി ചാടുന്നേ? Why are you dancing so much? എന്തിനായി ബഹളം വെക്കുന്നേ? Why are you shouting so much? ഒറ്റ കാര്യം കൊണ്ടാ, It's only one reason. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടതുകൊണ്ടാ. I've seen the ഓ, കരമടിച്ച് ചേർന്ന്, വായ്കൾ തുറന്ന്, ഉയർത്തെഴുന്നേറ്റവനെ കണ്ടതുകൊണ്ടാ. Hallelujah. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടവർ കടങ്ങിയിരിക്കാനൊക്കത്തില്ല. A person that sees the risen Lord cannot keep quiet. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടവർ നൃത്തം ചെയ്യും. If you have seen the resurrected Lord, you will dance. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടവൻ കൈകൊട്ടും. If you have seen the risen Lord, you will clap. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടവൻ ഒച്ച വയ്ക്കും. If you have seen the risen Lord, you will shout. Oh my God! ഉയർത്തെഴുന്നേറ്റവനെ കണ്ടവർ ആരാധിക്കും. കരങ്ങളടിച്ച് വായ്കൾ തുറന്ന് ഇന്ന് രാത്രി യേശുവിനെ സ്തുതിക്കാം. Praise God. Praise Him. അവൾ വേഗത്തിൽ ഓടുക. Now she started running എന്തിനാണെന്നറിയാമോ? Why? ഇതാരോടേലും പറയണം. because she wants to tell it. ഇതാരോടേലും പറയണം. ഇന്ന് രാത്രി സ്നേഹത്തോട് അമേരിക്കയിലെ ദൈവമക്കളോട് പറയട്ടെ, Let me tell all the children of God in America. നീ ഉയർത്തെഴുന്നേറ്റവനെ കണ്ടിട്ടുണ്ടോ? Have you seen the risen Lord? ഇതാരോടെങ്കിലും ഒക്കെ പറയണം. ഓ, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇതാരോടെങ്കിലും പറയണം. Praise God. ഇത് പറയാനായി മീറ്റിംഗ്, ഇത് പറയാനായി ദൈവസഭ. The church. Jesus is alive. യേശു ക്രിസ്തു ജീവിക്കുന്നു. Amen. Amen. പണം ഉണ്ടാക്കാനല്ല ഓടേണ്ടത്, You should not run after money. ഇത് പറയാനാ ഓടേണ്ടത്. You should run to share that Jesus is alive. സ്വന്തം മഹത്വത്തിന് വേണ്ടി അല്ല ഓടേണ്ടത്. You
He is alive. Hallelujah. Hallelujah. Listen to me. ശ്രദ്ധിച്ചോ? യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോൾ ഇരിക്കാൻ വയ്യാതെ ഓടുവാ അവൾ. When she found out that Jesus was risen, she couldn't stay there anymore. ഉയർത്തെഴുന്നേറ്റവന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ കാലുകൾക്കൊക്കെ ഒരു പ്രത്യേക When ബലം. she felt the presence of the risen Lord, there was a new strength that came upon her legs. ഉയർത്തെഴുന്നേറ്റവന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഒച്ചയുടെയൊക്കെ അതിന്റെ ലെവലൊക്കെ ചേഞ്ച് ആയി. When she felt the presence of the risen Lord, her voice changed. കാരണം ഇന്ന് രാത്രിയിൽ ഞാൻ മരിച്ചുപോയ കല്ലറയ്ക്കകത്തിരിക്കുന്ന മോർച്ചറിയിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല പ്രസംഗിക്കുന്നേ, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രിയിലും ജീവിക്കുന്നവനെയാ. Tonight I'm not preaching to you about a God who is dead and gone, who is in the tomb stinking, but I'm talking to you about a risen God. പരിശുദ്ധാത്മാവിലുള്ള ദൈവമക്കളോട് പറയുന്നു, Holy Spirit speaking to the people over ഈ ദൈവസഭയോട് പറയുന്നു, speaking to the church. ഈ യേശു നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് പറയാൻ നീ ഓടുക. Run to tell the world that Jesus is risen. ഈ യേശു ഇന്നും ജീവിക്കുന്നെന്ന് പറയാൻ നീ ഓടുക. Run to the world to tell that Jesus is അതിനുവേണ്ടി നീ alive. ഓടാൻ തയ്യാറായാൽ നിന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തത്തക്ക നിലയിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. And if you run to tell about Jesus that he's risen, he will write your name in the history. Glory to God. Hallelujah. ഒരു മെയിൻ മെസ്സേജിലേക്ക് ഞാൻ വരുന്നു. Let me turn to the main message. മഗ്ദലക്കാരത്തി മറിയ ശിഷ്യന്മാരിരുന്ന സ്ഥലത്തെത്തി. Mary Magdalene ran to the place where disciples were. Everybody listen to me. ശ്രദ്ധിച്ചാട്ടെ. Everybody. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക. Now the disciples of Jesus were afraid and they were hiding because of fear of Jews. They were afraid. മഗ്ദലക്കാരത്തി മറിയ ഓടി വന്ന് അവരിരുന്ന വാതിലിൽ തട്ടി. But Mary Magdalene came running to the house where they were and she started knocking. Hallelujah. ഇനി എന്റെ ഭാവനയാണ് ഞാൻ പറയുന്നത്. Let me tell you my imagination. കഥകിൽ തട്ടുന്ന ഒച്ച കേട്ടപ്പോൾ പത്രോസിന്റെ യാക്കോബിന്റെ ഒക്കെ ഹാർട്ട് ബീറ്റ്സിന്റെ ഇടിയും അതുപോലെ കൂടി. As Peter, James and John heard the knock at the door, their hearts started pounding. അവരിരുന്ന സ്ഥലം കണ്ടെത്തിയോ? Now they thought the Jews had found their place of hiding. എന്റെ അഭിപ്രായത്തിൽ My opinion, പത്രോസ് യോഹന്നാനോട് പറഞ്ഞു കാണും, Peter should have told John, യോഹന്നാനെ നീ പോയി നോക്കിയിട്ട് വാ. John, come on, go and check the door. പത്രോസിന് ഒരു പ്രത്യേകതയുണ്ട്. Now Peter has something special. ആരെയും ഒന്ന് തുറക്കാക്കി പുള്ളി വെളിയിറങ്ങും. Now if someone opens the door, he can go out. സ്തോത്രം. അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. There are many people like that in this world. ബിരിയാണി ടേബിളിന്റെ മേളിൽ വരുമ്പോൾ ആള് കഴിക്കാൻ വരും. And if you serve the food and everything is ready, they are ready to eat. കൺവെൻഷൻ എല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞ് പ്രസംഗം തുടങ്ങുമ്പോൾ സഭയിലെ വിശ്വാസി വരും. There are some believers in the church, when everything has been prepared and everything is ready, the preaching starts, they come to hear it. കൈ കൊടുത്ത് പറ, അതിനു മുമ്പൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. Tell your neighbor, there are many things that have to be done before the preaching. സ്തോത്രം 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 സ്തോത്രം. Hallelujah. യോഹന്നാൻ പോയി നോക്കി. John went and looked. മഗ്ദലക്കാരത്തി മറിയ വന്നിരിക്കുക. He's saying, oh, Mary the Magdalene is here. പത്രോസ് പറഞ്ഞു, എന്നാ കതക് തുറക്ക്. Peter said, okay, open the door. കതക് തുറന്നപ്പോൾ Now when they opened the door, അവൾ അണയ്ക്കുക. she is touched. ഓടി വന്ന് Hardly she could catch her breath. പത്രോസ് ചോദിച്ചു, വന്ന് വേഗം പറ, Now Peter is saying, come on, tell it. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ആരെങ്കിലും കണ്ടെത്തിയോ? Someone will find out that we are hiding here. യോഹന്നാൻ പറഞ്ഞു, എന്തോന്ന് വെച്ചാ പെട്ടെന്ന് പറ. John is telling, come on, tell it soon what you want. But she is still. അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He is not there. He is risen. Hallelujah. ഇതറിഞ്ഞുകൊണ്ട് Now as they heard it, രണ്ട് ശിഷ്യന്മാർ ഇറങ്ങി ഓടി. two disciples went out running. പത്രോസും യോഹന്നാനും. Peter and John. ബൈബിൾ പറയുന്നു, The Bible says ഇരുവരും ഒന്നിച്ചോടി. both of them ran together. നാലാം വാക്യം പറയുന്നു, ഇരുവരും ഒന്നിച്ചോടി. Verse 4 it says that both were running together. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. But the other disciple outran Peter and reached the tomb first. Listen to me, ശ്രദ്ധിച്ചാൽ everyone. എല്ലാവരും ശ്രദ്ധിച്ചാൽ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? How many of you are enjoying tonight? ഓ, അവർ മാത്രം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let the Lord say hallelujah. Praise the Lord. Hallelujah. 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 നാളത്തെ ദിവസം ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ ഉണ്ടാവുമെന്ന് കർത്താവിനോട് പറഞ്ഞു. Tomorrow night, the Spirit of the Lord spoke to me that there will be a great impartation. നിങ്ങളുടെ മക്കളൊക്കെ ഞാൻ വിശ്വസിക്കുന്നു നാളെ അഭിഷേകത്താൽ I നിറയും. believe that your children are going to be filled with the Holy Spirit tomorrow. My Yes. God. Amen. Amen.
ഒന്നിച്ചോടി. Now both of them ran together. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ പിന്നത്തേതിൽ ആദ്യം ഓടിയെത്തി. Now verse 4 says the other disciple outran Jesus and Peter and reached the tomb first. ഒന്നിച്ച ഓട്ടം തുടങ്ങി. They ran together. ഒന്നിച്ച ഓടാൻ തുടങ്ങി. They started running together. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ അഭിപ്രായത്തിൽ പത്രോസ് ആദ്യം ഓടേണ്ടത്? But in your opinion, it was Peter who was supposed to run first. എന്റെ അഭിപ്രായത്തിൽ പത്രോസ് തന്നെയായിരിക്കും ആദ്യം ഓടിയത്. In my own opinion, I would say that Peter should have run first. കാരണം എല്ലാത്തിലും അവനാ മുമ്പിൽ. Because he used to be the first in everything. മീന്റെ വായിന്ന് ദ്രഹ്മനാണയം എടുക്കാൻ. He's the one who found out the coins from the fish. യേശു ദൈവപുത്രൻ എന്ന് പറയാൻ. He's the one who said that Jesus is Lord. ആർക്കും വള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ നടക്കാൻ വയ്യാതിരുന്നപ്പോൾ വെള്ളത്തിന്റെ മേളിൽ നടക്കാൻ. When everyone was scared to get off the boat and walk on water, he did that. എല്ലാത്തിലും അവനാ മുമ്പിൽ. He was first in everything. ഇവിടെയും അവൻ തന്നെയാ നല്ലൊരു ഓടി. Now I was thinking that he would be the first to run and reach. യോഹന്നാൻ അവനേക്കാൾ പുറകിലായിരുന്നു. But John was behind him. ഓടിക്കൊണ്ടിരിക്കുക. They are running. ഈ ഓട്ടത്തിന്റെ നടുവിൽ Now in the midst of the running, നന്നായി ഓടുക. as they're running hard, പത്രോസ് പറഞ്ഞു യോഹന്നാനെ പെട്ടെന്ന് വാ. Peter kept saying, John, come soon. ആമേൻ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ As they're running together, പിശാച് പത്രോസിനെ ചോദിച്ചു, Peter asked John, devil asked Peter, നീ എവിടെ പോവാ? where are you going? ഓട്ടത്തിന് പറഞ്ഞു ഞാൻ എൻ്റെ യേശുവിനെ കാണാൻ പോവാ. He told the devil, I'm going to meet my Jesus. 3 ദിവസം മുമ്പ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് ആണയിട്ട് പ്രാഗീത് നീ മറന്നുപോയോ? Now the devil asked him, did you forget just 3 days ago you denied him twice? ആ സമയത്ത് യേശു നിന്നെ സൂക്ഷിച്ച് നോക്കിയത് നീ മറന്നുപോയോ? Did you forget that Jesus looked at you when he നീ അവനെ denied him? തള്ളി പറഞ്ഞവനല്ലയോ? You have denied him. ഓട്ടത്തിനിടെ പറയാം നീ അവനെ കുറ്റം As പറഞ്ഞവനല്ലേ? he was running, he says you accused him. പിശാച് കുറ്റബോധം കൊണ്ട് അവനെ നിറച്ചു. Now the devil is bringing guilty feeling in his heart. പത്രോസിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയാൻ തുടങ്ങി. Peter's speed started decreasing. യോഹന്നാൻ അവനേക്കാൾ മുൻപേ കയറി ഓടി. But now John started outrunning him. Hallelujah. നന്നായി ഓടിയിരുന്നു. He ran well first. പക്ഷെ ഇന്ന് എങ്ങനെയുണ്ട് ഓട്ടം? But today, how is your race? 81 പ്രവചിച്ചത് എനിക്ക് കേൾക്കണ്ട. I don't want to hear about some prophecy you received in the year 1981. 2008 ഞാൻ ഫയർ ആയിരുന്നു, എനിക്ക് കേൾക്കണ്ട. Don't tell me that you were a fireball for God in the year 2008. ഇന്ന് എങ്ങനെയുണ്ട്? How are you today? ഇന്ന് എങ്ങനെയുണ്ട്? How are you today? ഇന്നത്തെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? How is your prayer life tonight? ഇന്നത്തെ ആരാധന എങ്ങനെയുണ്ട്? How is your worship tonight? അന്നത്തെ ഉത്സാഹം ഇന്നുണ്ടോ? Do you have the same enthusiasm you had back then? അന്നത്തെ ആ എരിവ് ഇന്നുണ്ടോ? Do you have the same passion you had back then? ഇല്ലെങ്കിൽ എവിടെയോ നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. Somewhere you have fallen apart. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഞാൻ മെസ്സേജ്. Even if you don't pray, that will still preach. Hallelujah. Thank you Holy Spirit. Hallelujah. ശ്രദ്ധിക്കുക. Pay attention. Listen to me. Pay attention. ബൈബിൾ പറയുന്നു, Bible says, പിന്നത്തേതിൽ പത്രോസ് ഓടി കല്ലറയ്ക്കകത്ത് കടന്നു. and later Peter came running to the tomb. പിശാച് നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, When the devil condemns you, പിശാച് നീ പാപിയാന്ന് പറയുമ്പോൾ, when the devil tells you you are a sinner, നീ കുറവുള്ളവനാന്ന് പറയുമ്പോൾ, he tells you you have weakness, ഒരു പക്ഷേ പത്രോസ് ആ ഓട്ടത്തിന്റെ മധ്യേ തന്നെ അവന്റെ ഉള്ളിൽ പറഞ്ഞു കാണും, എന്റെ ദൈവം കരുണയും ദീർഘക്ഷമയുമുള്ളവൻ. in the midst of all the accusation from the devil as he's running, Peter might have said, my Lord is full of grace and mercy. മനസ്സലിവുള്ളവൻ. He is a compassionate God. ഈ തള്ളി പറഞ്ഞ പത്രോസിന് വേണ്ടി കനലിൽ ചുട്ട അപ്പവുമായി കാത്തിരുന്നവനാ കർത്താവ്. But the Lord was waiting for Peter with bread and fish. എവിടെങ്കിലും നിങ്ങൾക്ക് കുറവുകൾ വന്നു കാണാം. You might have weakness in your life. എവിടെങ്കിലും ഒക്കെ വീഴ്ച പറ്റി കാണാം. You might have fallen apart in your life. എന്ന് കരുതി യേശു നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. That doesn't mean that Jesus will just abandon you. ഇന്ന് രാത്രിയിൽ മടങ്ങി വരുമെങ്കിൽ, Tonight if you come back, പത്രോസിനെ പോലെ അനുദപിക്കുമെങ്കിൽ, like Peter, if you repent, മുൻപോടിയതിനേക്കാൾ ശക്തമായിട്ട് ഓടാം. God will give you the കലപിടിച്ചുകൊണ്ട് വായികൾ to തുറന്ന് run with the greater power than you ever ran before. മുൻപോടിയതിനേക്കാൾ പവർഫുള്ളായി ഓടാൻ, To run even more powerfully than മുൻപ് before. പ്രവചിച്ചതിനേക്കാൾ ശക്തമായി പ്രവചിക്കാൻ, Prophesy even more മുൻപ് powerfully. ശുശ്രൂഷിച്ചതിനേക്കാൾ ശക്തമായി ശുശ്രൂഷിക്കാൻ Minister even more powerfully. നിന്നെ ഉപയോഗിക്കാൻ യേശുവിന് കഴിയും. Jesus can use you. എത്ര പേര് പറയും യേശുവേ എന്നെ തൊടണമേ? How many of us say Jesus can? എല്ലാ കണ്ണുകളും അടയട്ടെ. Every eyes be closed. വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. Let's all stand ഞാൻ together. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ I'm പോകും. going to pray for you. വേഗത്തിൽ Let's എഴുന്നേറ്റാട്ടെ. all stand together. യേശുവേ Jesus, നിന്റെ കരമെന്നെ തൊടണമേ. let your hand touch me. നിന്റെ ആത്മാവിനെ തൊടണമേ. Let your spirit touch നിന്റെ me. സാന്നിധ്യം എന്റെ മേൽ Let ഇറങ്ങട്ടെ. your presence come ഓ upon
ഇന്ന് രാത്രി യേശുവിനെ തുടരണമേ. Oh, Jesus, touch me tonight. സാഹചര്യം പ്രതികൂലമാണെങ്കിലും, Situations are against me. ആരൊക്കെ പ്രതികൂലമാണെങ്കിലും, Everyone is against me. ഏതൊക്കെ വ്യക്തികൾ പ്രതികൂലമാണെങ്കിലും, Let anyone stand എന്റെ against ദൈവം me. എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം If my ഒന്നുമില്ല. Lord is for me, no one can stand എത്ര പേര് against me. വിശ്വസിക്കുന്ന ദൈവം I എനിക്ക് അനുകൂലമാണ്? believe it. My Lord is for me. കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ. If you believe it, lift your hands. ഓ ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ. അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ദൈവം അനുകൂലമെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി പിടിച്ചോണ്ട് താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി ജീസസ്. ഇന്ന് രാത്രി യേശു എന്നോട് സംസാരിച്ചു. If you say that Jesus has spoken to me today, എന്റെ കുടുംബത്തോട് കർത്താവ് ഇടപെട്ടു. if you say that the Lord has been dealing with my family, അവർ മാത്രം കരങ്ങൾ ഉയർത്തി പിടിച്ചാൽ those people alone, only those people lift your hands. എന്റെ കുടുംബത്തോട് ദൈവം If you സംസാരിച്ചു. say the Lord was speaking to my family, എന്നോട് യേശു രാത്രി ഇടപെട്ടെ. if you say the Lord was speaking to me, ഒരു ദൈവിക സ്പർശനം ആഗ്രഹിക്കുന്നവർ കരമുയർത്തി വായികൾ തുറന്ന് ആഗ്രഹിക്കുന്നവർ, ഹസ്തികൾക്ക് വേദന അനുഭവിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിന് വിടുതൽ ആഗ്രഹിക്കുന്നവർ, നിൽക്കുന്ന സ്ഥലങ്ങളെ വിട്ട് ഓടി മുൻപിലേക്ക് വാ. മടി കൂടാതെ മുമ്പിൽ വാ. യേശുവിനെ അനുഗ്രഹിക്കട്ടെ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. കരങ്ങളെല്ലാം ആവോട് ചേർത്ത് പിടിച്ചാൽ hold your hands to your chest. യേശുവേ, Say, Lord Jesus, രാത്രി നിന്റെ കരങ്ങളെ തുടർന്ന് tonight let your hands touch me. എന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നവ Lord, Father, you know the pain in my എന്റെ heart. തലമുറകളെ വിടിവിക്കണമേ. Deliver my children പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ as they live in the sinful world. കാലത്തിന്റെ കുത്തൊഴുക്കിൽ അകപ്പെടാതെ, Let them not flow in the flow of this world. ലോകത്തിന്റെ സ്നേഹത്തിൽ അകപ്പെടാതെ Let none of them be driven by the love of this world. എന്റെ തലമുറകളെ വിടിവിക്കണമേ. Deliver them from the lust of എന്റെ this world. ശരീരത്തെ നീ വിടിവിക്കണമേ. Lord, deliver my body. ദൈവത്തിന്റെ ആത്മ പറയുന്നു, Spirit of the Lord says, അസ്ഥികൾക്കകത്ത് നിൽക്കുന്ന വേദനകൾ രാത്രി സൗഖ്യമാക്കി. God is healing some pain in your joints. നിങ്ങളുടെ ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ സൗഖ്യമാകും. Shoulder pain, back pain, God is healing you tonight. തലമുറകളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുക. Families who don't have children yet, God is moving upon your life. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്തവരെ കരം ചലിക്കാൻ പോകുക. People that lost their jobs and employment, God who brings everything
into existence from nothing. He is bringing about a job in your life. ചില അലർജി കംപ്ലൈന്റിന്റെ സൗഖ്യമാകുന്നു. God is healing some allergies. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. Lord, heal me. എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. Lord, heal my child. അവർ മാത്രം ഓടി മുമ്പിൽ വന്നാട്ടെ. If you say that, come running to the front. ഒരു ഡോക്ടറെ അരികിൽ ചെല്ലാൻ നാണക്കേടില്ല. You don't hesitate to go to a doctor. $10,000 ഹോസ്പിറ്റലിൽ കൊടുക്കാൻ മടിയില്ല. You don't have any problem spending tens of thousands നിന്റെ of അമ്മയുടെ dollars. ഉദരത്തിൽ നിന്നെ സൃഷ്ടിച്ച ദൈവം ഇന്ന് രാവിലെ വിളിക്കുന്നു. He's calling unto you. Confirm Maria. He's saying, come unto me. യേശുവിൽ വിശ്വസിക്കുന്നവർ, The people who believe in the Lord. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവർ, People who believe in miracles. യേശു തൊട്ടാൽ വിടുതലുണ്ടെന്ന് വിശ്വാസമുള്ളവർ, Believe that God touches me, I'll be delivered. പല പരിമിതി നോക്കണ്ട. Don't look around. ഓടി മുമ്പിൽ വാ. Everyone, confirm Maria. Come running. Thank you, Holy. ഈ മുമ്പിൽ വന്നവർ കുറച്ചുകൂടെ മുമ്പിലേക്ക് ഇറങ്ങാട്ടെ. Come all the way to the front. ബാക്കിയുള്ളവർ ഏറ്റവും പുറകിലുള്ളവർ Come all the way to the front. ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ വാ. We still have more space. If you want to come, you can come. ഇന്ന് രാത്രി രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. Pray for the sick tonight. ഏറ്റവും ഒടുവിലത്തെ ദിവസവും രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. Pray the last day for the sick people. നാളത്തെ മീറ്റിംഗിൽ ആത്മാവിന്റെ വലിയ പകർച്ച നടക്കും. Tomorrow there will be a great impartation of the Holy Spirit. മുമ്പിലേക്ക് വന്നാട്ടെ. Come to the front. രോഗമുള്ള ഭാഗത്തെ കൈവച്ചാട്ടെ. Place your hands upon the part of the body where you have sickness. മുഴകളാൽ ഭാരപ്പെടുന്നവർ, You get tumors. തൈറോയിഡിന്റെ മുഴകൾ, You get thyroid problems. ക്യാൻസറസ്, Cancerous ശരീരത്തിൽ thyroid. കട്ടികൾ മുഴകളാൽ നിൽക്കുന്നവർ You have some kind of tumor in your body. ഓടി മുൻപിലേക്ക് വന്നാട്ടെ. Come running to the front. കത്തി വെക്കാതെ സർജറി ചെയ്യുന്ന, സ്റ്റിച്ച് ഇടാതെ സർജറി ചെയ്യുന്ന, ബ്ലഡ് അടിപ്പിക്കാതെ സർജറി ചെയ്യുന്ന, മെഡിക്കൽ ലീവ് ഇല്ലാതെ സർജറി ചെയ്യുന്ന ഒരേ ഒരു സർജറി ഉള്ളൂ. അവന് പേര് നസ്രയനായ യേശുവാണ്. There is only one surgeon in the world who can heal your body without putting a knife to it, without putting a stitch to your body. He will do that tonight. Believe it and come forward. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ചിലരുടെ നടുവിലുണ്ട്. The Lord is revealing there is some person over here കരങ്ങൾ ഉയർത്തി വിളിച്ചവർ with problem breathing. സൗഖ്യം നടക്കാൻ പോവാം. Yes, God, that person, lift your hands. ഓടി മുൻപിലേക്ക് വന്നാട്ടെ. Running to the front. നിങ്ങൾ മുൻപിലായാൽ, Even if you're in the front, നിൽക്കുന്ന സ്ഥലത്തായാൽ, wherever you are standing, നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചാട്ടെ. place your hands upon the part of the body. കണ്ണിന് കാഴ്ച വേണ്ടവർ കണ്ണാടിയുടെ സഹായത്താൽ കാണേണ്ടവർ കണ്ണാടിയുടെ If you cannot see properly with your eyes, if you have lack of vision, place your hands. കണ്ണാടിയുടെ സഹായം കൂടാതെ കാണാൻ കഴിയുന്ന വിശ്വാസമുള്ളവർ, Remove your spectacles. If you believe that God will heal you, രോഗശാന്തി എനിക്ക് വേണ്ടിയുള്ളതല്ല, രോഗശാന്തി പൊതുപ്രയോജനത്തിനുള്ളതാണ്. and healing is not for my own benefit, it's for the general people. ചെവി കേൾക്കുവാൻ കഴിയാത്ത ആ ചെവിയിൽ സൗഖ്യം നടക്കും. These the people who have a hard time hearing. ആ മുട്ടിനകത്ത് വർഷങ്ങളായിരിക്കുന്ന വേദന യേശു എടുത്തു മാറ്റും. People who have been having pain in their knees. കുടുംബ പ്രശ്നങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധമായി എടുത്തു മാറ്റി. The Lord is taking away family strife. ബന്ധങ്ങളുടെ മധ്യസ്ഥാനത്തേക്ക് യേശു ഇറങ്ങുകയാണ്. Lord Jesus is coming down to the middle of many relationships. ഹല്ലേലൂയ. Hallelujah. അവരുടെ ഭാഗത്ത് രോഗമുള്ള ഭാഗത്ത് കൈവച്ചാട്ടെ. Wherever you have pain, place your hands on it. ആശ്വാസമുള്ള ഭാഗത്ത് കൈവച്ചാട്ടെ. If you have any kind of problem, place your hands on that part of the body. വായികൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ചാട്ടെ. Open your mouth and say Jesus. അവിടെയുള്ള ഭാഗത്ത് കൈവച്ച് യേശുവേ എന്ന് വിളിച്ചാട്ടെ. Tumor and say Jesus. യേശുവേ. Close your eyes and say Jesus. ജീസസ്. In the name of Jesus. യേശു. യേശു. യേശു എന്ന് വിളിച്ചാട്ടെ. യേശു. Jesus. വലിയ He's greater than anyone else. യേശു. അത്ഭുതം. യേശു. യേശു. ഗ്രേസി എന്നൊരു പേരിനെ കാണിച്ചിട്ട് ദൈവത്തിന്റെ ആത്മ പറയുന്നു. Spirit of the Lord is revealing the name Gracie. നിന്റെ ഷോൾഡറിനകത്ത് കഴിഞ്ഞ 3 വർഷമായി നീ വേദന For അനുഭവിക്കുന്നു. the past 3 years, sister, you have been having great pain in your ഇന്ന് shoulders. രാത്രി യേശു അത്ഭുത സൗഖ്യം നിന്റെ മേൽ അയക്കുകയാണ്. Jesus is healing you. വായികൾ തുറന്ന് എല്ലാവരും സ്തുതിച്ചുകൊണ്ട് Open your mouth and praise God. ഈ സമയത്ത് കൊയൽ ശബ്ദം കുറച്ച് യേശു എന്നുള്ള പാട്ടുകൾ പാടിക്കൊള്ളുന്നാട്ടെ. യേശു യേശു വലിയവൻ യേശു. Thank you, Lord. രോഗമുള്ള ഭാഗത്ത് കൈവച്ചാട്ടെ. Put your hands on it. Hallelujah.
കാൽമുട്ടിന്റെ ചിരട്ടകൾക്കുണ്ടായ തേയ്മാനത്താൽ because of the wear and tear of the kneecaps. കഴിഞ്ഞ 6 വർഷമായി ഭാരപ്പെടുന്ന ആ വ്യക്തിയെ യേശു തൊടുന്നു. Is healing the person who has had the trouble for past. യേശുവിനെ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. അലർജികൾ സൗഖ്യമാകുന്നു. അത്ഭുത സൗഖ്യം. ശരീരത്തിൽ യേശുവിനെ വിളിക്കുന്ന യേശുവിനെ കാണിച്ചടിക്കുന്നു. അത്ഭുതം സംഭവിക്കുന്നു. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. Exodus 14 verse 20 says, I am the God who healeth thee. 53:5 അവന്റെ അടിപ്പിടാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 53 verse 3, 5 and 6, by his stripes we are healed. സങ്കീർത്തനം 103:3 അവന്റെ സകല അകൃത്യങ്ങൾ മോചിക്കുന്നു. നിന്റെ സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു. 103 verse 3 says, he heals all your diseases. മാർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ കൈവെക്കുന്നു. അവർക്ക് സൗഖ്യമില്ല. These signs shall follow those who believe. When they place their hands on the sick, they shall recover. ഇരമ്യ 33:6 ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തിത്തരാം. Chapter 33 says, I will give you healing and health. Heal right now. The spirit of sickness, I rebuke you in the name of Jesus. You shall see the Lord. Receive the healing. Receive the healing. In the name of Jesus. You are healed tonight. You are healed tonight. You are healed tonight. You are healed tonight. In the name of Jesus. In the name of Jesus. Check your body now. ശരീരത്തെ പരിശോധിച്ചാണ്. കരമുയർത്താൻ കഴിയാത്തവർ കൈ ഉയർത്തുക. ഷോൾഡർ പെയിൻ മാറിക്കഴിഞ്ഞു. Come on, check your shoulder. കാല് മുടക്കാൻ കഴിയാത്തവർ കാല് മുടക്കുക. Your knees bending and see. മുട്ടിന്റെ വേദന മാറിക്കഴിഞ്ഞു. Your pain is gone. അല്പം പോലും കുനിയാൻ കഴിയാത്തവർ കുനിയുക. To bend your body ഞാൻ down. പറയുന്നത് ആരൊക്കെ ചെയ്യുമോ അവരെല്ലാം അത്ഭുതത്തെ കാണും. No pain, no way to will be ഒരു healed. ഡോക്ടർ പറയുമ്പോൾ അനുസരിക്കുന്നതിനേക്കാൾ നല്ലതാ പരിശുദ്ധാത്മ പറയുമ്പോൾ അനുസരിക്കുന്നത്. Holy Spirit, down the doctor. ബ്രീത്ത് ചെയ്യാൻ കഴിയാത്തവർ നന്നായി ശ്വാസം എടുത്താൽ In order to breathe properly, come on, try. ആ മുഴയുടെ ഭാഗത്ത് നോക്കുക. ഇപ്പോൾ ആ മുഴ നമ്മളെ കാണില്ല. It's not there anymore. ആ ചെവി തുറന്നു കഴിഞ്ഞു. Eye, the ear is open. ആ കണ്ണിനകത്ത് കാഴ്ച വന്നു കഴിഞ്ഞു. Solution. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്റെ ശരീരത്തിലെ തിരിച്ചറിയുന്നവർ കരമുയർത്തിയാട്ടെ. I experience a healing with your hands. അവിടെ നിറയുന്നവർ നന്നായി കൈ ഉയർത്തുക. Sense a healing with your hands. നന്നായി ഉയർത്തിയാട്ടെ. Lift it all the way up. കരമുയർത്തുന്നവർ If you സൗഖ്യം അനുഭവിച്ച് കരമുയർത്തുന്നവർ നന്നായി ഉയർത്തുക. experience the healing with your hands, കൈ താഴ്ത്തിയിടരുത്. put your hands down. കൈ ഉയർന്നിരിക്കണം. Come on, lift your hands. അവർ മാത്രം കൈ ഉയർന്നിരിക്കണം. Keep the ഒന്നുകൂടി ഞാൻ പറയാം. അവർ കരം താഴ്ത്തരുത്, Do ഉയർന്നിരിക്കണം. not put your hands down if you have experienced this healing. അവർ കൈ താഴ്ത്തരുത്. Come on, don't put your hands നിങ്ങളുടെ down. പേര് ഞാൻ വിളിച്ചെങ്കിൽ I call out you. നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ If you have even experienced the healing of God, നിങ്ങളുടെ കാര്യം ദൈവത്തെ പറഞ്ഞെങ്കിൽ the Spirit of the Lord has been talking to കൈ you. ഉയർത്തിക്കോ. Lift your hands. ആ കരമുയർത്തൽ മാത്രം മൂടി മുമ്പിലേക്ക് വാ. All those who lift up their hands, come forward. അവർക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കാൻ I'm പോവാം. going to pray for them. Come forward here. Come on. ഓടി മുമ്പിലേക്ക് Those who വന്നാട്ടെ. have lifted their hands, come forward. ഓടി മുമ്പിലേക്ക് വന്നാട്ടെ. Come running. വേഗത്തിൽ Come soon, come soon. കരമുയർത്തിയവരോട് നിൽക്കരുത്. Everyone who lifted their hands, come forward. My dear brothers and sisters, come forward. പ്രിയമുള്ളവരെ, കരമുയർത്തിയവർ ദയവായി മുന്നോട്ട് വരിക. Volunteers അവരെ സ്റ്റേജിൽ കൊണ്ടുവാ. Please, ushers, help them forward. അവരെ ഹെൽപ്പ് ചെയ്താട്ടെ. Come on, help them to come forward. അസൗഖ്യം അനുഭവിച്ചവരെ, Everyone who experienced the healing, വിടുതൽ അനുഭവിച്ചവരെ, those who experienced the deliverance. ജനത്തെ ഫോക്കസ് ചെയ്ത് നാട്ടെ. നിങ്ങൾ Come on. Ushers and volunteers, help the people. ജനത്തെ ഫോക്കസ് ചെയ്ത് നാട്ടെ. Come turn. അങ്ങോട്ട് ആൾക്ക് മുന്നോട്ട് നിന്ന്. നിങ്ങളുടെ ശരീരത്തിൽ വിടുതൽ അനുഭവിച്ചെങ്കിൽ If you have experienced the healing in your body, ആ സൗഖ്യം Come forward here, come forward. Run, run, run. ഓടി
അനുഭവിക്കുന്നത്. നേരത്തെ ഇങ്ങനെ ഓടുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഓടുമ്പോഴല്ലാതെ നടക്കുമ്പോഴാണ് കാലും വേണ്ട തരത്തിൽ വേണ്ടത് പൊങ്ങാത്തത് കൊണ്ട് എവിടെയെങ്കിലും വെച്ച് മുഴച്ചിരിക്കുകയാണെങ്കിൽ തട്ടി. അതിപ്പോ വളരെ വ്യത്യാസം തോന്നുന്നു. ചെരുപ്പൂരിയാട്ടെ ചേച്ചി അങ്ങനെ ആ ചെരുപ്പ് മാറ്റിയാട്ടെ. പ്ലീസ് ചേച്ചി ഒരു ചപ്പ. കം ഓടി വന്നാട്ടെ സിസ്റ്റർ. കം ഹിയർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്താ കർത്താവ് ചെയ്യുന്നത് രാത്രി? ബ്രീതിങ് ഡിഫിക്കൽറ്റി എത്ര നാളായിട്ടുണ്ടായിരുന്നു? പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ അത് സൗഖ്യപ്പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഇപ്പം ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. നേരത്തെ അവിടെ തടസ്സമുണ്ടായിരുന്നു. നേരത്തെ അവിടെ ഹാർഡ്നെസ് ആയിരുന്നു. പ്രയർ കഴിഞ്ഞപ്പം അവിടുത്തെ ഈസി ആയി. കൈയുള്ളവർ അടിച്ച് വാങ്ങട്ടെ. ഇപ്പോൾ കർത്താവ് സൗഖ്യം തന്നോ? സൗഖ്യം കിട്ടി. പൂർണ്ണമായി സൗഖ്യം കിട്ടിയെന്ന് എങ്ങനെ അറിയാം? ഇപ്പൊ പ്രയാസമില്ല. കരമടിച്ച് ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എത്ര വർഷമായി? 2 years ആയി. സൗഖ്യം രോഗമായിരുന്നു. ഇപ്പൊ കാലിന് മുഴുവൻ വേദനയായിരുന്നു. ഇപ്പൊ അത് വേദന കുറവുണ്ടോ? സൗഖ്യമായോ? നേരത്തെ പോലെ അസ്വസ്ഥത തോന്നില്ല. പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. ടോട്ടൽ ഹീലിംഗ് ഞാൻ കൽപ്പിക്കുന്നു കർത്താവേ. എന്റെ കമ്മിയാണ് പറഞ്ഞാട്ടെ. എത്ര നാളായി? 6 വർഷം. കുറവുണ്ടോ? മാറിയോ? ഇപ്പൊ കൈയൊന്ന് ഉയർത്തിയേ. You have the pain? Lord, in the name of Jesus. 6 വർഷമായി നിൽക്കുന്ന വേദന കൈതാത്തിട്ടെ. Stretch your hand out. എല്ലാവരും കരുന്നില്ല. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കട്ടെ. മേലിൽ രോഗം തൊടാതിരിക്കട്ടെ. പൂർണ്ണ സൗഖ്യം. Heal right now in the name of Jesus. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. നന്നായി. വേദനയുണ്ടോ? ഇല്ല. രോഗസൗഖ്യം എന്ന് പറയുന്നത് 16 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ വരുന്നതല്ല. Now healing is not something that രോഗസൗഖ്യം എന്ന് പറയുന്നത് 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴല്ല. പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ യേശു ചെയ്യുന്നതാണ്. God will heal you. ഇപ്പോഴോ? മൈ ഗോഡ്. എത്ര വർഷമായിട്ട് അങ്ങനെയായിരുന്നു? ഈ ആന്റിക്ക് ഒരു കാല് നേരെ നിൽക്കത്തില്ലായിരുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യും? കം ഫോർവേഡ് ചെയ്യാം. എന്തുവായിരുന്നു അത് പറഞ്ഞ? എന്തുവാ കാല് നേരെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞാ? വേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. വീട് കാലിന്റെ മുട്ടേന്റെ വേദന. ഇപ്പൊ ആന്റിക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് കയറിയപ്പോ വേദനയില്ല. നേരത്തെ സ്റ്റെപ്പ് കയറുമായിരുന്നോ? വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ സ്റ്റെപ്പ് കയറിയപ്പോൾ വേദനയില്ല. പറഞ്ഞു വീണതിനാൽ ഈ കാല് ഫ്രാക്ചർ ആയിരുന്നു, പ്രോബ്ലം ആയിരുന്നു. സൗഖ്യമാക്കിയ കർത്താവിന്റെ കരമൊന്ന് അടിച്ചു ചേർന്ന്. എത്ര വർഷമായി? 4 വർഷം. തേയ്മാനമായിരുന്നു. എത്ര പേർ കേട്ടു? ദീർഘവർഷങ്ങളായി 4 അധികം വർഷങ്ങളായി നിൽക്കുന്ന മുട്ടിന്റെ തേയ്മാനം യേശു സൗഖ്യമാക്കുന്നത്. നട്ടല് ചെറുതുമായിരുന്നു. ഇവിടെ വരുമ്പോഴും മുട്ടിനകത്ത് പെയിൻ ഉണ്ടായിരുന്നു. തേയ്മാനത്താൽ വേദനയായിരുന്നു. അത് സൗഖ്യപ്പെട്ടെന്ന് എങ്ങനെ അറിയാം? മുട്ടിനകത്ത് തണുപ്പ് പോലെ വന്നു. ആ മുട്ടിനകത്തുള്ള തണുപ്പ് യേശുവിന്റെ കരമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? 6 വർഷമായി നിന്ന മുട്ടിനകത്ത് തേയ്മാനം. സഹോദരിമാരെ, ജോലി ചെയ്യുന്നവർക്കറിയാം. നിങ്ങൾക്കറിയില്ല, മുട്ടിനകത്ത് തേയ്മാനമുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ കഴിയത്തില്ല. ഒരു കാര്യം എടുക്കാൻ കഴിയത്തില്ല. കർത്താവ് കൊടുത്ത സൗഖ്യം ചെറുതല്ല. കരമം അടിച്ചു വായിക്കത്തുന്ന 6 വർഷമായി മുട്ടിനകത്ത് തേയ്മാനം ഒരു തണുപ്പ് പോലെ മുട്ടിനകത്ത് വന്ന് യേശു സൗഖ്യമാക്കി. ഇപ്പോൾ ആ വേദന മാറി. ഒന്ന് മടക്കിയാട്ടെ മുട്ട്. മെറ്റ മടക്കിയാട്ടെ നന്നായിട്ട്. സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങിയാട്ടെ നന്നായിട്ട്. ഓടി സ്റ്റേജിലേക്ക് വന്നാട്ടെ. ഓടി വന്നാട്ടെ സ്റ്റേജിലേക്ക്. വേദന തോന്നോ?
ഉറച്ചു പറ. ഇല്ല. കരമടിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം.